ഓക്കെ, സ്ക്രീൻ ക്ലിയർ അല്ലേ? ഫൈൻ, താങ്ക് യു. റൈറ്റ്, നമ്മുടെ സിലബസ് ഇതാണ്. ഞാൻ പറഞ്ഞ സെക്ഷൻ 1 ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ്. ഓക്കെ, ഫസ്റ്റ് പറയുന്നത് ജനറൽ ഇൻട്രൊഡക്ഷൻ ടു സിവിൽ എഞ്ചിനീയറിംഗ്, then relevance of civil engineering in the overall infrastructure development of the country. ഓക്കെ, ആദ്യം ഒരു ചെറിയൊരു സിവിൽ എഞ്ചിനീയറിംഗ് എന്താണെന്ന് നമ്മൾ പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഓവറോൾ സ്ട്രക്ചർ, അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റിൽ നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗിന്റെ റോൾ എന്താണ്. തേർഡ് പറയുന്നത് റെസ്പോൺസിബിലിറ്റി ഓഫ് എൻ എഞ്ചിനീയർ ഇൻ എൻഷുറിംഗ് ദ സേഫ്റ്റി ഓഫ് ബിൽറ്റ് എൻവിറോൺമെന്റ്. ഒരു സിവിൽ എഞ്ചിനീയറിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് സിവിൽ എഞ്ചിനീയേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ഇൻ ടേംസ് ഓഫ് സേഫ്റ്റി. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ഇൻ ടേംസ് ഓഫ് സേഫ്റ്റി. ഓക്കെ, ഫോർത്ത് പറയുന്നത് ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ടു മേജർ ഡിസിപ്ലിൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്. സിവിൽ എഞ്ചിനീയറിംഗിൽ തന്നെ നമുക്ക് ഒരുപാട് ഡിസിപ്ലിൻസ് ഉണ്ട്. വി ഹാവ് മോർ ദൻ 30 നമ്പേഴ്സ് ഓഫ് ഡിസിപ്ലിൻ. ഓക്കെ, പക്ഷെ ഇവിടെ പറഞ്ഞേക്കുന്നത് വി ഹാവ് ഓൺലി 5 or 6, that is transportation engineering, structural engineering, geotechnical engineering, വാട്ടേഴ്സ് റിസോഴ്സ് എഞ്ചിനീയറിംഗ് ആൻഡ് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്. 5 ഡിസിപ്ലിൻ മാത്രമേ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളൂ. ബട്ട് വി ഹാവ് മോർ ദൻ 30 ഡിസിപ്ലിൻസ് ആണ് നമുക്കുള്ളത്. പക്ഷെ നമുക്കിവിടെ 5 മാത്രം പഠിച്ചാൽ മതി. ബിക്കോസ് ദിസ് ഇസ് എ ഓൾഡൻ ഡിസിപ്ലിൻ ആണ്. ട്രാൻസ്പോർട്ടേഷൻ ആയാലും സ്ട്രക്ചറൽ ആയാലും ജിയോടെക്നിക്കൽ ആയാലും വാട്ടർ റിസോഴ്സും എൻവയോൺമെന്റിലും എന്താണ് ഓൾഡൻ ഡിസിപ്ലിൻ ആണ്. പണ്ട് മുതലേ ഉള്ള ഒരു ഡിസിപ്ലിൻ ആയതുകൊണ്ട് ഇത് രണ്ട് മാത്രമേ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഫൈൻ. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഓക്കെ, ഇനി നമ്മൾ നാളെ നോക്കാൻ പോകുന്നത് സെക്ഷൻ 2 എന്ന് പറയുന്നത് ബിൽഡിങ്ങിന്റെ ഇൻട്രൊഡക്ഷൻ. ഇതിന്റെ കൂടെ ടൈപ്സ് ഓഫ് ബിൽഡിംഗ്, ഈ ടൈപ്സ് ഓഫ് ബിൽഡിംഗും കൂടെ നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ടൈപ്സ് ഓഫ് ബിൽഡിംഗ് കൂടി ഇന്ന് കംപ്ലീറ്റ് ചെയ്ത് സെലക്ഷൻ ഓഫ് സൈറ്റ് തൊട്ടായിരിക്കും നാളെ നമുക്ക് നോക്കാൻ പോകുന്നത്. അതിൽ സെലക്ഷൻ ഓഫ് സൈറ്റ് ഫോർ ബിൽഡിംഗ്സ്, ഒരു ബിൽഡിങ്ങിന്റെ എന്തൊക്കെ കമ്പോണൻസ് ആണ് ഉള്ളത്, ആൻഡ് ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ബിൽഡിംഗ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ്, കുറെ കോഡ് നമുക്കുണ്ട്. നാഷണൽ ബിൽഡിംഗ് കോഡ്, കേരള പില്ലറ്റ് കോഡ്, കോസ്റ്റൽ കോഡ് എന്ന് പറഞ്ഞിട്ട് കുറെ കോഡ് ഉണ്ട്. ആ കോഡിനെ കുറിച്ചിട്ടുള്ള ഒരു മിനിറ്റ് അപ്രൂവ് കൊടുത്തോട്ടെ. ഓക്കെ, ദെൻ ബിൽഡിംഗ് ഏരിയ എന്തൊക്കെയാണ്, അതിൽ പ്ലിന്ത് ഏരിയ, ബിൽട്ടപ്പ് ഏരിയ, ഫ്ലോർ ഏരിയ, കാർപ്പറ്റ് ഏരിയ, ഫ്ലോർ ഏരിയ റേഷ്യോ ആസ് പെർ ദ KBR റോഡ്. അപ്പം ഇവിടെ നമുക്ക് ഇവിടെ നിന്നും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഈ ഒരു സെക്ഷനിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ദെൻ ഇവിടെ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ഡെഫിനിഷനാണ്. ഡെഫിനിഷനിൽ നിന്ന് ഒന്ന് വന്നിട്ടുണ്ട്, ഈ റെലവൻസിൽ നിന്ന് ഒന്ന് വന്നിട്ടുണ്ട്. അതേപോലെ ഇവിടെ നിന്നും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. നമുക്ക് ആദ്യം സിലബസ് സെക്ഷൻ 1 നമുക്ക് നോക്കാം. ഓക്കെ, റൈറ്റ്. സോ എല്ലാവർക്കും അറിയാം സിവിൽ എഞ്ചിനീയറിംഗ്, വി നോ ഇറ്റ്സ് ഓൾഡസ്റ്റ് എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ ആണ്. പണ്ട് തൊട്ടേ ഉള്ള ഒരു ഡിസിപ്ലിൻ ആണ്. ആൻഡ് വി കോൾ ദാറ്റ് ഇസ് മദർ ഓഫ് ഓൾ എഞ്ചിനീയറിംഗ് എന്നാണ് പറയുന്നത്. ഇറ്റ്സ് ഓൾഡസ്റ്റ് എഞ്ചിനീയറിംഗ്. ആൻഡ് എഞ്ചിനീയറിംഗ്, എല്ലാ എഞ്ചിനീയറിംഗ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ വി വിൽ സേ ഇതിന് എന്തായിട്ടാണ് നമ്മൾ പറയുന്നത്, മദർ ഓഫ് ഓൾ എഞ്ചിനീയറിംഗ്. സോ ഇറ്റ് ഡീൽസ് വിത്ത്, ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്, ഇത് പ്ലാനിങ്, ഡിസൈൻ, കൺസ്ട്രക്ഷൻ, മാനേജ്മെന്റ് ഓഫ് ഓൾ. അതായത് ബിൽഡിംഗ് മാത്രമല്ല നമ്മൾ ചെയ്യുന്നത് സിവിൽ എഞ്ചിനീയറിംഗ്. ബിൽഡിംഗ് ചെയ്യുന്നുണ്ട്, റോഡ് ചെയ്യുന്നുണ്ട്, അതായത് പാലങ്ങൾ ചെയ്യുന്നുണ്ട്, ഡാം ചെയ്യുന്നുണ്ട്, ടണൽസ് ചെയ്യുന്നുണ്ട്, വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താണ് ചെയ്യുന്നുണ്ട്, അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്? കൺസ്ട്രക്ഷൻ മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഇതിന്റെ കൂടെ പ്ലാനിങ്, ആദ്യം നല്ലൊരു പ്ലാനും അതിന്റെ എസ്റ്റിമേഷനും ചെയ്യും. അല്ല, പ്ലാൻ ചെയ്തിട്ട് ഡിസൈൻ ചെയ്യും, ഡിസൈൻ ചെയ്തിട്ട് അത് എസ്റ്റിമേറ്റ് ചെയ്യും, എന്നിട്ടാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പം വെറും കൺസ്ട്രക്ഷൻ അല്ല, നമ്മൾ പ്ലാൻ ചെയ്യും, ഡിസൈൻ ചെയ്യും, എസ്റ്റിമേഷൻ ചെയ്യും, കൺസ്ട്രക്ഷൻ ചെയ്യും, മാനേജ്മെന്റ് ചെയ്യും, ഇതെല്ലാം തന്നെ ചെയ്യും. നോട്ട് ഓൺലി ബിൽഡിങ്സ് മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, എവറിത്തിങ്. ബിൽഡിങ്സ് ചെയ്യും, റോഡ്സ് ചെയ്യും, ബ്രിഡ്ജ് ചെയ്യും, ഡാം ചെയ്യും, ടണൽ ചെയ്യും, വാട്ടർ ട്രീറ്റ്മെന്റ് ചെയ്യും. അപ്പൊ ഇറ്റ്സ് വെരി സിമ്പിൾ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാം. എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാം? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അക്യുറേറ്റ്ലി ഡിസ്ക്രൈബ് സിവിൽ എഞ്ചിനീയറിംഗ്?
അല്ലെ? അപ്പൊ ഇവിടെ ഓപ്ഷൻസ് നമുക്ക് നോക്കിയേ. സിവിൽ എഞ്ചിനീയറിംഗ് ഇസ് ദ ഓൾഡസ്റ്റ് എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ നോൺ ആസ് മദർ ഓഫ് ഓൾ എഞ്ചിനീയറിംഗ്. പ്ലാനിംഗ്, ഡിസൈൻ, കൺസ്ട്രക്ഷൻ, മാനേജ്മെന്റ് സച്ച് as ബിൽഡിംഗ്, റോഡ്, ബ്രിഡ്ജ്, ഡാം, ടാങ്ക്സ് ആൻഡ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാൻ. സെക്കൻഡ് ഓപ്ഷൻ നോക്കിയേ. സിവിൽ എഞ്ചിനീയർ എ മോഡേൺ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ ഫോക്കസ് സ്ലോലി ഓൺ കൺസ്ട്രക്ഷനോ. ഒന്നിന് മാത്രമാണോ ഫോക്കസ് ചെയ്യുന്നത്? കൺസ്ട്രക്ഷനിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. അല്ലല്ലോ, നമ്മൾ എന്ത് പറഞ്ഞു? പ്ലാനിങ് ഫോക്കസ് ചെയ്യുന്നുണ്ട്, ഡിസൈൻ പോകുന്നുണ്ട്, കൺസ്ട്രക്ഷൻ ചെയ്യുന്നുണ്ട്, മാനേജ്മെന്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. മെയിൻ അല്ലെ പറഞ്ഞു. ഇനി അടുത്ത ഓപ്ഷൻ നോക്കിയാൽ സിവിൽ എഞ്ചിനീയർ ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ഈസ് എക്സ്ക്ലൂസീവ്ലി വിത്ത് ദ ഡിസൈൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഇലക്ട്രിക്കൽ സിസ്റ്റം. ഇലക്ട്രിക്കൽ സിസ്റ്റം ആണോ നമ്മൾ ചെയ്യുന്നത്? അല്ല. അടുത്ത നോക്കിയേ. സിവിൽ എഞ്ചിനീയർ സബ് ഡിസിപ്ലിൻ ഓഫ് മെക്കാനിക്. മെക്കാനിക് സബ് ഡിസിപ്ലിൻ അല്ല. നമ്മളെ ആൻസർ എന്താണ്? ഇവിടുത്തെ ആൻസർ ഏതാണ്? വെരി സിമ്പിൾ. ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ്. ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ പറയാം ഏതാണ് ആൻസർ. ഏതാണ്? പറഞ്ഞോളൂ. ഏതാ? ഏ. ഗുഡ് 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 ഗുഡ്. യെസ്, ഇത്രയേ ഉള്ളൂ. ഇതിന് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലേ? ഇത്രയും മനസ്സിലാക്കിയാൽ ഓൾഡസ്റ്റ് എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ നോൺ ആസ് മദർ ഓഫ് ഓൾ എഞ്ചിനീയറിംഗ്, പ്ലാനിംഗ്, ഡിസൈൻ, കൺസ്ട്രക്ഷൻ ആൻഡ് മാനിങ് സച്ച് as ബിൽഡിംഗ്, റോഡ്, ബ്രിഡ്ജ്. ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. ഓക്കെ, റൈറ്റ്. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് നോക്കാം ഹൂ ഇസ് സിവിൽ എഞ്ചിനീയർ. ആരാണ് നമ്മളെ സിവിൽ എഞ്ചിനീയർ? എന്റെ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ആയിട്ട് PDF ആയിട്ട് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്, ഷെയർ ചെയ്യാം. ഓക്കെ, കുഴപ്പമില്ല. Coming to next, who is a civil engineer? Is one who improves the quality of life throughout the production of infrastructure, which must be safe, functional, elegant and economically sound. കൺസ്ട്രക്ഷൻ പ്ലാനിംഗ് ഒക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഓരോ ജീവിതം എത്രത്തോളാണ് മെച്ചപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ എത്രയാണ് നമ്മളെ ലൈഫിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നത്, അത് എങ്ങനെ ഇംപ്രൂവ് ചെയ്യണം? ത്രൂ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കൂടെ. ഇൻഫ്രാസ്ട്രക്ചർ മീൻസ് കൺസ്ട്രക്ഷൻ ആണ്. ഡാം, ബ്രിഡ്ജസ് നമ്മൾ സ്ട്രക്ചർ ചെയ്യുന്നില്ലേ, അതിനെയാണ് നമ്മൾ ഫ്രെയിം, ഇറ്റ്സ് എ സിസ്റ്റം ആണ് നമ്മൾ പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ. അത് എങ്ങനെയായിരിക്കണം? വെറുതെ എന്തെങ്കിലും കാണിച്ചു വെച്ചാൽ പറ്റുമോ? പറ്റില്ല. അത് നല്ല സേഫ് ആയിരിക്കണം, നല്ല ഫങ്ഷൻ ചെയ്യണം, കാണാൻ നല്ല രസമായിരിക്കണം, ആൻഡ് ഓൾസോ എക്കണോമിക്കലി അധികം എമൗണ്ടും ആവരുത്, അങ്ങനെ ഫീസിബിൾ ആയിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി എക്കണോമിക്കലി സൗണ്ട്. ഇറ്റ് ഷുഡ് ബി വെരി പ്രിസിസ് ടു ദ സൊസൈറ്റി. സൊസൈറ്റിക്ക് എങ്ങനെയായിരിക്കണം? നന്മകൾ ചെയ്യുന്നതായിരിക്കണം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. ഓക്കെ, അപ്പം who improves the quality of life through the production of all infrastructure comes, എല്ലാം തന്നെ വരും. ബിൽഡിംഗ്, ഡാം, ബ്രിഡ്ജസ് എല്ലാം തന്നെ വരും. എന്ത് നമ്മൾ ചെയ്താലും അത് എങ്ങനെയായിരിക്കണം? ഇറ്റ് ഷുഡ് ബി സേഫ് ആയിരിക്കണം, ഇറ്റ് ഷുഡ് ബി വെരി ഫങ്ഷണൽ, ആൻഡ് ഇറ്റ് ഷുഡ് ബി എസ്തറ്റിക്, ആൻഡ് ഷുഡ് ബി എക്കണോമിക്കലി ഫീസിബിൾ ആർ എക്കണോമിക്കലി സൗണ്ട് ആയിരിക്കണം. ഓക്കെ, റൈറ്റ്. നൗ അടുത്ത സിലബസ് നമ്മളടുത്ത് പറയുന്നത് എന്താണ്? ഇൻഫ്രാസ്ട്രക്ചർ. വാട്ട് ഈസ് ഇൻഫ്രാസ്ട്രക്ചർ? ഇൻഫ്രാസ്ട്രക്ചർ ഇസ് എ ഫ്രെയിംവർക്ക് ഓഫ് സപ്പോർട്ടിംഗ് സിസ്റ്റം. ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളൊരു ബിൽഡിംഗ് ഉണ്ട്. ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? ഒരു സ്ട്രക്ചർ എന്തായാലും ഉണ്ടാണ്. ഇറ്റ്സ് മേ ബി എ ഫ്രെയിം ആർ എനി റൂഫ്, എന്ത് വേണമെങ്കിലും ആവാം. അതെല്ലാം റൂഫ് ആവാം, സ്ലാബ് ആവാം. ഇതെല്ലാം നമ്മൾ എന്താ പറയുന്നത്? ഇൻഫ്രാസ്ട്രക്ചർ എന്നാ പറയുന്നത്. അല്ലെങ്കിൽ റോഡിന് എന്താ നമ്മൾ പറയുന്നത്? ദിസ് റോഡ്. റോഡ് എന്ന് പറയുന്നത് അതിലെ പാലങ്ങളാണ്. ഈ പാലങ്ങളെല്ലാം എങ്ങനെയാ വരുന്നത്? ത്രൂ സം സ്ട്രക്ചേഴ്സ് ആണ് അല്ലെ? അതേപോലെ ബ്രിഡ്ജ്, എയർപോർട്ട്, റെയിൽവേ, വാട്ടർ സപ്ലൈ, ഡ്രെയിൻവേ സിസ്റ്റം എല്ലാം തന്നെ എന്താണ്? ഒരു സ്ട്രക്ചർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. പാലം എങ്ങനെയായിരിക്കും? ഹൊറിസോണ്ടൽ ആയിട്ട് ഇത്രയും സ്പാനില് അതിന് എന്താണ് ഹാൻഡ് റെയിൽസ് ഒക്കെ ഉണ്ടായിരിക്കും. അതൊരു ഫ്രെയിം വർക്ക് ഉണ്ട് അല്ലെ? അതേപോലെ റെയിൽവേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ റെയിൽവേ പാലം എന്തൊക്കെയുണ്ട്? ബാലസ്റ്റ് ഉണ്ട്, പിന്നെന്താ ഉള്ളത്? സ്ലീപ്പേഴ്സ് ഉണ്ട്, ഓക്കെ, അങ്ങനത്തെ കുറെ കമ്പോണൻസ് ഉണ്ട്. അത് സ്റ്റാൻഡേർഡ് ആണ്, ഇറ്റ്സ് എ ഫ്രെയിം വർക്ക്. ഓക്കെ, അതേപോലെ റൺവേ, എയർപോർട്ട് എടുക്കുകയാണെങ്കിൽ റൺവേ ഉണ്ട്, പാർക്കിംഗ് ഏരിയ ഉണ്ട്. അപ്പം എല്ലാത്തിനും ഒരു ഡെഫിനറ്റ് ഫ്രെയിം വർക്ക് ഓഫ് സിസ്റ്റം ഉണ്ട്. അതിനെയാണ് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. ദാറ്റ് എങ്ങനെയായിരിക്കും? ദാറ്റ് ഓൾ ഇൻഫ്രാസ്ട്രക്ചർ ഷുഡ് കംഫർട്ട് ഓഫ് പീപ്പിൾ, ആൻഡ് ഷുഡ് ബി ഗവൺമെന്റ് ഫംഗ്ഷൻ, ആൻഡ് ഷുഡ് ബി ഗ്രോ ആൻഡ് ഡെവലപ്പ് ആയിരിക്കണം. ഇറ്റ്സ് നത്തിങ് ബട്ട് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിന്റെ ഫ്രെയിം വർക്ക് ആണ് പറയുന്നത്. അത് ഡെഫിനറ്റ് ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നമുക്ക് നോക്കാം. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിൽ നോക്കുമ്പോൾ മെയിൻ ആയിട്ട് ഇറ്റ് ഇൻവോൾവ്സ് ഫണ്ടമെന്റൽ സ്ട്രക്ചേഴ്സ്. ഞാൻ പറഞ്ഞതുപോലെ ഒരു ഡെഫിനറ്റ് ഒരു ഫണ്ടമെന്റൽ സ്ട്രക്ചേഴ്സ് ഉണ്ടായിരിക്കും. അത് കമ്മ്യൂണിറ്റിക്കും സൊസൈറ്റിക്കും വെൽ ഫങ്ഷനിങ് ആയിരിക്കണം. ഓക്കെ, ഇറ്റ് ഈസ് ഹിയർ, ഈ ഇൻഫ്രാസ്ട്രക്ചറിലാണ് സിവിൽ എഞ്ചിനീയേഴ്സ് ഒരു ക്രൂഷ്യൽ റോൾ പ്ലേ ചെയ്യുന്നത്. ഓക്കെ, ഉള്ള സ്ഥലത്ത് മോർ എഫിഷ്യന്റ് ആയിട്ട്, മോർ ഫങ്ഷൻ ആയിട്ട്, മോർ എസ്റ്റിക് ആയിട്ട് ചെയ്യേണ്ടത് ആരാണ്? സിവിൽ എഞ്ചിനീയേഴ്സ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി relevance of civil engineering in the overall infrastructure development of the country.
നമുക്കറിയാം ഒരു കൺട്രിയുടെ ഡെവലപ്മെന്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഒരു ഒരു കൺട്രിയിലെ കുറെ സ്റ്റേറ്റ്സ് ഉണ്ടായിരിക്കും. ആ സ്റ്റേറ്റ്സിന്റെ എല്ലാം ഇൻഫ്രാസ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു കൺട്രിയുടെ ഡെവലപ്മെന്റിനെ നമ്മൾ റാങ്ക് ചെയ്യുന്നത്, അല്ലെ? അങ്ങനല്ലേ? എത്രത്തോളം ബൈപ്പാസ് ഉണ്ട്, എത്രത്തോളം നാഷണൽ ഹൈവേ, എത്രത്തോളം സ്റ്റേറ്റ് ഹൈവേ, എത്രത്തോളം 4 ലൈൻ, എത്രത്തോളം 6 ലൈൻ, അങ്ങനെ ഒരുപാട് ഡെവലപ്മെന്റ് നമ്മൾ ആയിക്കഴിഞ്ഞു. ഇതെല്ലാം എന്താണ്, ഏത് ബേസിലാണ്? ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഓഫ് ദ കൺട്രിയിൽ പോകുന്നതാണ്, അല്ലെ? ഇപ്പൊ നമ്മൾ കേരള സ്റ്റേറ്റ് തന്നെ എടുക്കുമ്പോൾ നമുക്കിപ്പോ അറിയാം, നമ്മുടെ റോഡ് നെറ്റ്വർക്ക് എടുക്കുമ്പോൾ വലിയൊരു ഡെവലപ്മെന്റ് ആണ് നമ്മൾ പോയേക്കുന്നത്. സെയിം ടൈം റെയിൽവേ ആവട്ടെ, എയർപോർട്ട് ആവട്ടെ, അല്ലെങ്കിൽ എന്താണ് വാട്ടർ മാനേജ്മെന്റ് സിസ്റ്റം ആവട്ടെ, ഇതെല്ലാം ഡെവലപ്മെന്റ് ആണ്. ഇവിടെ ഡെവലപ്മെന്റ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്കൊരു ഓവറോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കൺട്രിയിൽ പറയാൻ പറ്റത്തില്ല, ആൻഡ് അത് ഡെവലപ്ഡ് കൺട്രി ആയിട്ട് നമുക്ക് പറയാനും പറ്റത്തില്ല. അപ്പം മെയിൻ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ റിലവൻസ്, സിവിൽ എഞ്ചിനീയറിംഗിന്റെ റിലവൻസ്? നല്ല ടൗൺ ആവട്ടെ, സിറ്റി ആവട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, പ്രോപ്പർ പ്ലാനിംഗ് ഉണ്ടായിരിക്കണം, നല്ല ട്രാൻസ്പോർട്ടേഷൻ, നല്ല റോഡുകൾ ഉണ്ടായിരിക്കണം, നല്ല ഡ്രെയിനേജ്, വാട്ടർ സപ്ലൈ ഉണ്ടായിരിക്കണം, നല്ല സീവേജ് സിസ്റ്റം ഉണ്ടായിരിക്കണം, ഇറിഗേഷൻ എന്ന് വെച്ചാൽ അഗ്രികൾച്ചർ ബേസിൽ അതിൽ ഡ്രിപ്പ് ഇറിഗേഷൻ ആവാം, അല്ലെങ്കിൽ ഡ്രെയിനേജ് പാത്ത് ആവാം, ഡാംസ് ആവാം, കാനാൽസ് ആവാം, ഇതെല്ലാം സിവിൽ എഞ്ചിനീയേഴ്സ് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇംപ്രൂവ്ഡ് എഡ്യൂക്കേഷൻ, സ്കൂൾ ആവട്ടെ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ആവട്ടെ, ഫെസിലിറ്റീസ് കൊടുക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചർ വേണം. ആ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? സിവിൽ എഞ്ചിനീയറിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ആവാം, ഇലക്ട്രിസിറ്റി ഫ്രം നാച്ചുറൽ റിസോഴ്സ് ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഡാമിൽ നിന്നല്ലേ നമ്മൾ എടുക്കുന്നത്, പവർ എടുക്കുന്നത്. ആ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ ആര് വേണം? സിവിൽ എഞ്ചിനീയറിംഗിന്റെ പ്രോസസ് വേണം. ഓക്കെ, ദെൻ പൊല്യൂഷൻ ഫ്രീ എൻവയോൺമെന്റൽ കണ്ടീഷൻ. നമ്മള് താമസിക്കുന്ന ഇൻ ആൻഡ് അറൌണ്ടില് 1 മിനിറ്റ്. ഹലോ, ഓക്കെ, സോറി. പൊല്യൂഷൻ ഫ്രീ എൻവയോൺമെന്റൽ കണ്ടീഷൻ, നമ്മൾ ഇൻ ആൻഡ് അറൌണ്ടിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒന്നും ഇല്ലാതെ, അതായത് എയർ ക്വാളിറ്റി മാനേജ്മെന്റ്, അതും സിവിലിന്റെ റോൾ തന്നെയാണ്, സിവിൽ എഞ്ചിനീയറിംഗിന്റെ റോളാണ്. ഓക്കെ, അത് ചെയ്യുന്നത് എൻവയോൺമെന്റൽ ബേസിലാണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ വെള്ളപ്പൊക്കം വരുമ്പോഴും ട്രൗട്ട് വരുമ്പോഴും ഇതിനും ആര് റോളുണ്ട്? സിവിൽ എഞ്ചിനീയറിംഗിന്റെ റോളുണ്ട്. ഈ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആവട്ടെ, കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആവട്ടെ, റെസിഡൻഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മളെ വീടുകളാണ്, കൊമേഴ്ഷ്യൽ എന്ന് പറയുമ്പോൾ എല്ലാം തന്നെ ഇൻക്ലൂഡ്, ഷോപ്പ്, വല്ല മാള്, ഇതെല്ലാം കൊമേഴ്ഷ്യലിൽ ഇൻക്ലൂഡ് ചെയ്യും. ഇൻഡസ്ട്രിയൽ എന്ന് വെച്ചാൽ ഇൻഡസ്ട്രീസ് മാത്രം, അത് ഒരുപാട് ഇൻഡസ്ട്രി, എല്ലാ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസും ഇൻക്ലൂഡഡ് ആണ്. അത് അർബൻ ഏരിയസിലാവട്ടെ, റൂറൽ ഏരിയസിലാവട്ടെ, ഏത് ഏരിയയിലായാലും അതിന്റെ ഡെവലപ്മെന്റ് എല്ലാം ആരാണ്? സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയേഴ്സ് ആണ് അതിന്റെ ഇമ്പോർട്ടന്റ് റോൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നിങ്ങളെ സിലബസിൽ പറഞ്ഞ റിലവൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ഇൻ ദ ഓവറോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഓഫ് ദ കൺട്രിയിൽ ഇത്രയും പോയിന്റ്സ് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഇവിടെ അടുത്ത് പറയുന്നത് സിലബസിലെ റെസ്പോൺസിബിലിറ്റി ഓഫ് ആൻ എഞ്ചിനീയർ ഇൻ എൻഷുറിംഗ് ദ സേഫ്റ്റി ഓഫ് ബിൽഡ് എൻവയോൺമെന്റ്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, വെറുതെ എന്തെങ്കിലും ഒന്ന് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. ഒരു സിവിൽ എഞ്ചിനീയേഴ്സിന് വെറുതെ പോയി എന്തെങ്കിലും കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. അതിന് എങ്ങനെയായിരിക്കണം? എന്ത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്താലും ഇറ്റ് ഷുഡ് എങ്ങനെയായിരിക്കണം? കമ്മ്യൂണിറ്റിക്ക് എന്താണ്? കമ്മ്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കണം. കമ്മ്യൂണിറ്റിയെ ഇഫക്ട് ചെയ്യാതെ, അല്ലെങ്കിൽ സൊസൈറ്റിയെ ഇഫക്ട് ചെയ്യാതെ ആയിരിക്കണം നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ അങ്ങനെ ആകുമ്പോൾ സേഫ്റ്റി ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഏതെങ്കിലും ഒരു ബിൽഡിംഗ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ട് അത് പൊടിഞ്ഞ് താഴെ വീഴുന്ന പ്രശ്നമല്ലേ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അതാണ് ഈ സേഫ്റ്റി എന്ന് പറയുന്നത്. അതാണ് എന്ത് നമ്മൾ ചെയ്താലും സേഫ്റ്റി ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. സോ അതാണ് സിഗ്നിഫിക്കന്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ എക്കണോമിക്കലില്, കൾച്ചറൽ ഡെവലപ്മെന്റും എൻവയോൺമെന്റൽ കൺവെൻഷനും പോകണം. പക്ഷെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് സേഫ്റ്റി ആണ്. സോ ദിസ് ഓൾവേസ് എ സിഗ്നിഫിക്കന്റ് കോൺട്രിബ്യൂട്ടർ ടു ദ എക്കണോമിക് ഡെവലപ്മെന്റ് ആയിരിക്കണം, ലിവിംഗ് സ്റ്റാൻഡേർഡ്സ് ഇംപ്രൂവ് ചെയ്യുന്നതായിരിക്കണം, സൊസൈറ്റിയെ വെൽബീങ്ങിന് വേണ്ടിയായിരിക്കണം നമ്മൾ ആക്ട് ചെയ്യേണ്ടത്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ് ഓൾ കൾച്ചറൽ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്. ഇറ്റ്സ് ഓൾസോ പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്യാനും എന്ത് നമ്മൾ ചെയ്താലും സേഫും റിലയബിളും എക്കണോമിക്കലി ഫീസിബിളും എൻവയോൺമെന്റലി സസ്റ്റൈബിൾ ആയിട്ടായിരിക്കണം ഉണ്ടാവേണ്ടത്. ഓക്കെ, ഇതില് കുറെ പ്രിൻസിപ്പിൾസ് ഓഫ് എഞ്ചിനീയറിംഗ് ഫോർ സേഫ്. നമ്മളൊരു സേഫ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ചെയ്യുമ്പം കുറെ പ്രിൻസിപ്പിൾസ് നമുക്കുണ്ട്. വെറുതെ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമല്ല. അപ്പൊ എങ്ങനെ നമ്മൾ ആ പ്രിൻസിപ്പിൾ, എന്തൊക്കെയാണ് പ്രിൻസിപ്പിളിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ, ക്രിയേറ്റീവ് ആയിരിക്കണം. ക്രിയേറ്റീവ് പുതിയതായിരിക്കണം, ഓൾറെഡി ഉള്ളതല്ല, കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ടിരിക്കണം. ഓക്കെ, ആവശ്യങ്ങൾ എന്താണ് നമുക്ക് ആവശ്യം അതിൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ റൈറ്റ് ഡിസിഷൻസ് മാത്രം എടുക്കുക, പ്രോപ്പറായിട്ട് ഷെഡ്യൂൾ ചെയ്യുക,
അതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് എന്താണ് കൊണ്ടുപോവുക ഇൻ ത്രൂ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഓൾസോ അതർ മാനേജ്മെന്റ് ഫീൽഡ്. റിസ്ക് അസസ്മെന്റ് ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കും. അത് റിസ്ക് ഉണ്ടെങ്കിൽ സേഫ്റ്റി അത് ഇഫക്റ്റ് ഉണ്ടാവും. അപ്പം സേഫ്റ്റി ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആ കമ്മിറ്റ്മെന്റ് ഓഫ് റിസ്ക് അസസ്മെന്റ് ഉണ്ടായിരിക്കും. അതിൽ ഇമ്പോർട്ടൻറ്റ് കെയർ കൊടുക്കണം. അതേപോലെ എന്ത് നമ്മൾ ചെയ്താലും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആയിരിക്കണം. വാട്ട് ഈസ് സസ്റ്റൈനബിൾ? നമ്മളെ സൊസൈറ്റിക്ക് നമ്മൾ ഏത് കാര്യം ചെയ്താലും എന്താണ് ഹർട്ട് ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ എന്തെങ്കിലും സാധനം എറോഡിക്കേറ്റ് ചെയ്തിട്ടോ ചെയ്യുന്നതല്ല. എന്ത് ചെയ്താലും ഗോ ഗ്രീൻ എന്ന് പറയുന്ന പോലെ ഒരു ആരും തന്നെ ഇഫക്ട് ചെയ്യാതെ നമ്മളെ എൻവയോൺമെന്റിനെ ഇഫക്ട് ചെയ്യാതെ ലോങ് ഡ്രൈവായിട്ടുള്ള എക്കണോമിക്കലി റീസൈക്കിൾഡ് ആയിട്ട് മെറ്റീരിയൽസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് അങ്ങോട്ട് പോവുക. എപ്പോഴും നമ്മൾ പബ്ലിക്കിന് കൊടുക്കേണ്ട, സൊസൈറ്റിയിലുള്ള പബ്ലിക്കിന് നമ്മൾ കൊടുക്കേണ്ട ഗ്യാരണ്ടിയാണ് സേഫ്റ്റി. സേഫ്റ്റിയാണ് നമ്മൾ എൻഷുർ ചെയ്യേണ്ടത്. ഓക്കെ, അത് സൊസൈറ്റി ഫണ്ടും റിസോഴ്സ് യൂസ് ചെയ്യും. അതിന് അനുസരിച്ചിട്ട് റിസ്ക് അസസ്മെന്റ് ചെയ്യണം. ആ അസസ്മെന്റ് ചെയ്തിട്ട് നമ്മൾ സേഫ്റ്റി എൻഷുർ ചെയ്യണം. ദെൻ സോഷ്യൽ ആക്ടിവിറ്റീസ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. എന്ത് തന്നെ ചെയ്താലും വി ഹാവ് ടു കോൺട്രിബ്യൂട്ട് സർവീസ് ടു വൃത്തിയായിരിക്കണം. നോൺ പ്രോഫിറ്റ് ഗ്രൂപ്പ്സ് ആയിരിക്കണം. അത് നോട്ട് ഓൺലി ഗ്രൂപ്പ്സ് ആസ് വെൽ എസ് പ്രോജക്ട്. അപ്പൊ ഇത്രയും എന്താണ് പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ ഈ സേഫ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അകത്ത് വരുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ക്വസ്റ്റ്യൻസ് കാണാമോ? കാണാമല്ലോ. യെസ് ഓർ നോ? നോക്കിക്കോടാ, ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കോണേ. നമ്മളിപ്പം ഇത്രയും സംസാരിച്ചല്ലോ. അപ്പം ഇതിനെ ബേസ് ചെയ്ത് എങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് നമുക്ക് വരാമെന്ന് നോക്കാമേ. ഇത് നോക്കിയേ. വാട്ട് ഈസ് ദ പ്രൈമറി റോൾ ഓഫ് civil engineers in the infrastructure development of the country? ഏത് ആൻസർ? Which one? കുഴപ്പമൊന്നുമില്ലടാ, തെറ്റിപ്പോയാലും പ്രശ്നം. ഏതാടാ? സി. വെരി ഗുഡ്. സി ആണ്. എന്താന്ന് വെച്ചാല് ഡിസൈനിങ് സോഫ്റ്റ്വെയർ സിസ്റ്റം ടു ഇംപ്രൂവ് ഡിജിറ്റൽ. ഇല്ല, സോഫ്റ്റ്വെയർ നമ്മൾ പോകുന്നില്ല. വി ഡീലിംഗ് വിത്ത് ദാറ്റ്, ബട്ട് വി ആർ നോട്ട് ഡിസൈനിങ്. മെയിൻ റോൾ അതല്ല നമ്മളത്. പോളിസീസ്, എക്കണോമിക് ഗ്രോത്തിന്റെ പോളിസി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല. അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ മാത്രമല്ല നമ്മൾ മാനേജ് ചെയ്യുന്നത്. നമ്മളെ മെയിൻ റോൾ എന്ന് പറയുന്നത് വി ആർ എൻഷുറിംഗ് എഫിഷ്യന്റ് യൂസ് ഓഫ് സ്പേസ് ആൻഡ് സേഫ്റ്റി ഇൻ ദ ബിൽറ്റ് എൻവയോൺമെന്റ്. അതാണ് നമ്മൾ ചെയ്യുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ensuring efficient use of space and safety in the built environment. Okay, clear? Okay, next. അടുത്തത് which of the following best define infrastructure? പറഞ്ഞോ, which of the following best define infrastructure? ബി. ഏതാ? ബി. വെരി ഗുഡ്. ബി. ഗുഡ്. എ ഫ്രെയിംവർക്ക് ഓഫ് ഫിസിക്കൽ സിസ്റ്റം. ഞാൻ ഓൾറെഡി പറഞ്ഞു. റോഡ്, ഡാം ആവട്ടെ, ബ്രിഡ്ജ് ആവട്ടെ, വാട്ടർ സപ്ലൈ ആവട്ടെ, ഏത് തന്നെ ആയിക്കോട്ടെ, അതിനൊരു ഫ്രെയിം വർക്ക് ഉണ്ട്. ഒരു ഫ്രെയിം വർക്കാണ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഫ്രെയിം വർക്ക് ഐഡിയൽ ആയിട്ടുണ്ട്. അത് ഫിസിക്കൽ ആണ്. അത് കണ്ണുകൊണ്ട് കാണുന്ന ഫിസിക്കൽ, കണ്ണുകൊണ്ട് കാണുന്ന ഒരു സിസ്റ്റമാണ്. റോഡാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ആവുന്ന റോഡാണ് ബിക്കോസ് ഓഫ് ദ ഫ്രെയിം വർക്ക്. ബ്രിഡ്ജ് ആണെങ്കിൽ വി ക്യാൻ ഐഡന്റിഫൈ ഇത് പാലമാണ് ബിക്കോസ് ഓഫ് ഇറ്റ് ഫ്രെയിം വർക്ക്. ഫിസിക്കലി കണ്ട് നമുക്ക് ഫ്രെയിം വർക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. സോ എ ഫ്രെയിം വർക്ക് ഓഫ് എന്താണ് ഫിസിക്കൽ സിസ്റ്റം വിച്ച് ഇൻക്ലൂഡ് എവറിത്തിങ്. എല്ലാം തന്നെ എന്ത് ചെയ്യും അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യേ. ഓക്കെ, സോ ആൻസർ ഈസ് ബി. സോ ദിസ് വൺ. ഓക്കെ, ക്ലിയർ? ഫൈൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് വൺ. ഓക്കെ, ഇതാണ്. ഇപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയല്ലോ, സെക്കൻഡ് തേർഡ്. ഇതിന്ന് എന്ത് വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഓക്കെ, ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇതിനെ ബേസ് ചെയ്ത് വരുന്ന ഏത് ക്വസ്റ്റ്യൻ വന്നാലും എഴുതാം. ഇതൊരു സാമ്പിൾ ആണ്, ഒരു മോഡലാണ് തന്നത്. ഇപ്പം ഇൻഫ്രാസ്ട്രക്ചർ നമുക്കറിയാം ഒരു ഫ്രെയിം വർക്ക് ഫിസിക്കൽ സിസ്റ്റം ആണ്. അത് റോഡ്, ബ്രിഡ്ജ്, വാട്ടർ സപ്ലൈ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യും. ഇതേപോലെ അവർക്ക് വേണമെങ്കിൽ മാറ്റി ചോദിക്കാം. എ ഫ്രെയിം വർക്ക് ഓഫ് സിസ്റ്റം ലൈക്ക് എന്താണ് ഇലക്ട്രിക് വയേഴ്സ്, സർക്യൂട്ട്സ് ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് അറിയാതല്ല, ഇറ്റ്സ് ഇൻക്ലൂഡ് റോഡ്, ബ്രിഡ്ജ്, വാട്ടർ സപ്ലൈ ആൻഡ് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സാധനം. അപ്പൊ എന്ത് വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ആൻസർ എഴുതാൻ പറ്റണം. ഓക്കെ, അപ്പം ഇതാണ്
നമ്മളെ ഇവിടെ പറഞ്ഞേക്കുന്നത് സിമ്പിൾ ആയിട്ടായിരിക്കും. ഇതിൽ നിന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് സിലബസ് നോക്കേ, നമ്മളിപ്പോ ക്ലിയർ ചെയ്തത് ഏതൊക്കെയാന്ന് നോക്കുക. ഫസ്റ്റ് വൺ ജനറൽ ഇൻട്രൊഡക്ഷൻ നമ്മൾ കൊടുത്തു അല്ലെ. ദെൻ റിലവൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ഇൻ ദ ഓവറോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഓഫ് ദ കൺട്രി നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിന്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെ മൈൻഡിലിരിക്കണമെന്ന് നമ്മൾ എൻഷുർ ചെയ്തു. ഓക്കെ റൈറ്റ്, ഇത്രയും നമ്മൾ ചെയ്തു. ഇനി ഇത്രയാണ് നമ്മളിപ്പോ ഇത് ഡിസ്കസ് ചെയ്തത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള 3 ക്വസ്റ്റ്യൻ, അതിനെ വെച്ചിട്ട് തന്നെ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ പറ്റും. അടുത്ത നോക്കുക, ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ടു മേജർ ഡിസിപ്ലിൻസ്. ഇനി നമ്മളെ സിവിൽ എഞ്ചിനീയറിംഗിൽ ഓൾഡൻ ആയിട്ടുള്ള ഏതൊക്കെ മേജർ ഡിസിപ്ലിൻസ്, ഞാൻ ഓൾറെഡി പറഞ്ഞു മോർ ദാൻ 30 ഉണ്ട്. പക്ഷെ നമുക്ക് എത്രയാണ് തന്നേക്കുന്നത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 മെയിൻ ഡിസിപ്ലിൻ. ഇത്രയാണ് 5 മെയിൻ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഓക്കെ റൈറ്റ്, നോക്കാവേ. Just going back to major disciplines of civil engineering. Just clear. Fine. ഇതാണ് നമ്മളെ മേജർ ഡിസിപ്ലിൻ. ഓക്കെ, മേജർ ഡിസിപ്ലിൻ വന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒരു സിമ്പിൾ മേജർ ഡിസിപ്ലിൻ ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് കുറച്ച് പേർക്ക് അറിയായിരിക്കും. വി നോ സിലബസിൽ പറഞ്ഞുള്ള ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്. ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എന്ന് വെച്ചാൽ ഏതാ വരുന്നത്? ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ഒരു കാര്യം ഓർത്താൽ മതി, നമ്മളെ ഈ സിവിൽ ഫീൽഡിൽ ഇരിക്കുന്ന കുട്ടിയൊക്കെ ഇത് പെട്ടെന്ന് കത്തും. അല്ലാത്ത ഫീൽഡ് ഉള്ളവർ നോക്കുക. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ വണ്ടി ഓർക്കുക, വണ്ടികൾ ഓർക്കുക. വണ്ടി എന്ന് പറയുമ്പോൾ ആരൊക്കെയുണ്ട്? നമ്മളെ ബസ്, 4 വീലർ, 2 വീലർ, അതെല്ലാം റോഡിലാണ് റൺ ചെയ്യുന്നത്. ട്രെയിൻ എവിടെയാണ് റൺ ചെയ്യുന്നത്? റെയിൽവേയിലാണ് റൺ ചെയ്യുന്നത്, റെയിൽവേ ട്രാക്കിലാണ് റൺ ചെയ്യുന്നത്. പ്ലെയിന് എവിടെയാ മേലിൽ പൊങ്ങി പോകുന്നത്? എയർപോർട്ടിലാണ്. മനസ്സിലായോ? അതേപോലെ വെള്ളത്തിൽ ഏതാ പോകുന്നത്? ഹാർബറിൽ പോകുന്ന എന്താണ്? ഷിപ്പ് യാർഡ്, അതും പാത്ത് വേ ആണ്. അപ്പം ഈ വണ്ടികളൊക്കെ പോവാൻ ഒരു വഴി വേണം, ഒരു പാത്ത് വേണം. ആ പാത്തിനെ കൺസ്ട്രക്ട് ചെയ്യുന്നത്, പ്ലാൻ ചെയ്ത്, ഡിസൈൻ ചെയ്ത്, കൺസ്ട്രക്ട് ചെയ്ത്, അത് കൺസ്ട്രക്ട് ചെയ്യുന്നത് മാത്രമല്ല, പിന്നെ അതിന്റെ മെയിൻ്റനൻസ് എല്ലാം നടത്തുന്നത് ആരാണ്? ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിലാണ് നടത്തുന്നത്. അതിലാണ് നമ്മൾ പഠിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം എന്ന് ബേസ് ചെയ്തിട്ട് അതിലാണ് നമ്മൾ എന്താണ് എഞ്ചിനീയേഴ്സ് ചെയ്യുന്നത്. ഓക്കെ, അതാ ഞാൻ പറഞ്ഞ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്ന റോഡുകളുണ്ട്. റോഡിൽ എല്ലാം തന്നെ വരും, ഹൈവേസ് വരാം. ഓക്കെ, നാഷണൽ ഹൈവേസ് വരാം, സ്റ്റേറ്റ് ഹൈവേസ് വരാം, റെയിൽവേ പാലങ്ങളുണ്ട്, എയർപോർട്ട്, വിമാനത്താവളങ്ങളുണ്ട്, ഹാർബർ, പോർട്ട് ഉണ്ട്. അത് ഒന്നും കൂടെ ഒന്ന് ഓർത്തോണം. ഇതിന്റെ അകത്ത് തന്നെ സിഗ്നലും ചെയ്യുന്നത്. നിങ്ങൾ ജംഗ്ഷനിലൊക്കെ പോയി നിൽക്കുമ്പോൾ പച്ച, ചുവപ്പ് എന്നൊക്കെ കത്തുന്നില്ലേ? അതും ആര് തന്നെയാണ് ചെയ്യുന്നത്? സിവിൽ എഞ്ചിനീയർ തന്നെയാണ് ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പം ഈ ബിടെക് കഴിഞ്ഞിട്ട് എംടെക് പഠിക്കാൻ പോകുന്ന കുട്ടികൾ സെപ്പറേറ്റ് ആയിട്ട് മൊത്തത്തിൽ പഠിക്കണ്ട. ആ കുട്ടിക്ക് ബിടെക്കിൽ ഏതാണോ താല്പര്യം വരുന്നത് ആ സബ്ജക്റ്റ് ആയിരിക്കും എടുത്ത് പഠിക്കുന്നത്. അപ്പൊ ഒരു കുട്ടിക്ക് റോഡിനെയും റെയിൽവേയൊക്കെയാണ് താല്പര്യമെങ്കിൽ ആ കുട്ടി എടുക്കേണ്ട ട്രേഡ് ചെയ്താ ട്രാൻസ്പോർട്ടേഷൻ ആണ് എടുക്കേണ്ടത്. അപ്പൊ ആ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയർ ആയിരിക്കും ഇതെല്ലാം കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മൾ റോഡ്, ഹൈവേ, റെയിൽവേ, എയർപോർട്ട്, പോർട്ട് ആൻഡ് ട്രാഫിക് സിസ്റ്റം. ബാക്കിയായിരുന്നു നിങ്ങൾ ട്രാഫിക് മറക്കരുത്. ട്രാഫിക്കും എവിടെ തന്നെ വരുന്നു? ട്രാൻസ്പോർട്ടേഷനിലാണ് വരുന്നത്. എന്ത് നമ്മൾ ചെയ്താലും സേഫ് ആയിരിക്കണം, എഫിഷ്യന്റ് ആയിരിക്കണം, സസ്റ്റൈനബിൾ ആയിരിക്കണം. ദാറ്റ് ഷുഡ് ബി ഡു ഗുഡ് ടു ദ പബ്ലിക്. ഓക്കെ, പിന്നെ കീ ഏരിയാസ് എന്ന് പറയുന്നത് ഹൈവേ എഞ്ചിനീയറിംഗ്. ഇനി ഞാൻ പറഞ്ഞല്ലോ, മെയിൻ ആയിട്ടുള്ള ഏരിയാസ് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ ഇതിനെ തന്നെ മോഡേൺ ആയിട്ട് ഇപ്പൊ ഒരുപാട് ഏരിയാസ് വന്നിട്ടുണ്ട്, സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും. അതിലാണ് നമ്മൾ ഹൈവേ ഉണ്ട്, ട്രാഫിക് ഉണ്ട്. പേയ്മെന്റ് എന്ന് വെച്ചാൽ ഇപ്പം ബിത്തുമൻ റോഡ് ഉണ്ട്, കോൺക്രീറ്റ് റോഡ് ഉണ്ട്, ടൈൽസ് റോഡ് ഉണ്ട്, അല്ലെ? ആ നമ്മള് ഈ റോഡിന് വേണ്ടി ഇട്ടേക്കുന്ന മെറ്റീരിയൽ ഏതാണോ അതനുസരിച്ച് മാർക്കുണ്ട്. അതാണ് ഈ പേയ്മെന്റ്. വണ്ടി പോവാനുള്ളൊരു പാത്ത്, ആ പാത്ത് പേയ്മെന്റ് ആണ്. ഓക്കെ, അത് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഇതെല്ലാം എവിടെ വരും? ട്രാൻസ്പോർട്ടേഷൻ്റെ അകത്ത് വരും. അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ ക്ലിയർ ആയി തോന്നുന്നു. ഓക്കെ, വണ്ടികൾ ഓർക്കുക, വണ്ടികൾ പോകുന്ന എന്താണ് ഫ്രെയിം വർക്കുകൾ നോക്കുക. ഓക്കെ, നെക്സ്റ്റ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് is another important discipline of civil engineering. All the activity which is happening in the world is through structural engineering. അറിയാം, നമ്മളെ 7 wonders of world ചെയ്തത് അത് തന്നെയാണ്. സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് ആയിരിക്കും. ഡെഫിനറ്റ്ലി സിവിൽ എഞ്ചിനീയേഴ്സ് കംസ് അണ്ടർ സ്ട്രക്ചറൽ എഞ്ചിനീയർ. ഓക്കെ, അതിലെ they will always focus design and analysis of structure. ഒരു സ്ട്രക്ചർ ചെയ്യുന്നുണ്ട്, ഒരു ബിൽഡിംഗ് ആവട്ടെ, കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആവട്ടെ, ഏത് ടൈപ്പ് ഓഫ് ബിൽഡിംഗ് ആയിക്കോട്ടെ. അത് ഒരു സാധാരണ വീടായിരിക്കാം, അല്ലെങ്കിൽ പാലമായിരിക്കാം, അല്ലെങ്കിൽ
ടവറുകളായിരിക്കാം, അല്ലെങ്കിൽ ഡാമുകളായിരിക്കാം. അത് നമ്മൾ വെറുതെ ചെയ്യുന്നതല്ല, അത് ചെയ്യുമ്പോൾ ആദ്യം ഡിസൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ലോഡ് ഉണ്ടാവും. ആ ലോഡ് എത്രത്തോളം ഉണ്ട് എന്ന് അത് കാൽക്കുലേറ്റ് ചെയ്യണം. കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എത്രത്തോളം സ്ട്രെങ്ത് ഉള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ മെമ്പർ എത്ര സ്ട്രക്ചേഴ്സ്, എന്തൊക്കെ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പം ആദ്യം ആ ലോഡ് കാൽക്കുലേഷനും ആ ലോഡിന്റെ അനാലിസിസും അതിന്റെ ബേസ് വെച്ചിട്ട് കോഡ് വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതും എല്ലാം ആരാണ്? സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ഓൾ ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് സ്ട്രക്ചർ, ദാറ്റ് ഈസ് ഓൾ ദ ലോഡ് കാൽക്കുലേഷൻ. എത്ര ലോഡ്, ഇപ്പൊ നമ്മളൊരു സാധാരണ ഒരു കോളേജ് ബിൽഡിംഗ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് ഫ്ലോർ കാണും. അപ്പൊ ഫസ്റ്റ് ഫ്ലോറിൽ എത്ര ലോഡ് വരുന്നു, സെക്കൻഡ് ഫ്ലോറിൽ എത്ര ലോഡ് വരുന്നു, ആ ഫ്ലോറിന്റെ ലോഡിന്റെ അനുസരിച്ചിട്ട് സെൽഫേറ്റ് ഒക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ബീമും കോളവും ഒക്കെ എല്ലാം ഡിസൈൻ ചെയ്യുന്നത്. അത് ചെയ്യുന്നത് ആരാണ്? സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ആണ് ചെയ്യുന്നത്. അതിലെ ലോഡ് അനാലിസിസ് കീ ആസ്പെക്ട്സ് വേർഡ് എന്ന് പറയുന്നത് ലോഡ് അനാലിസിസ്. സ്ട്രക്ചറൽ ബീം ആവാം, സ്ലാബ് ആവാം, ഫ്ലോർ ആവാം, എന്ത് തന്നെ ആവാം. ഓക്കെ, അതേപോലെ എർത്ത് കേക്ക്, ഭൂകമ്പം വരുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ ഒരുപാട് ബിൽഡിങ്സ് ഉണ്ട്, അതും സ്ട്രക്ചർ എഞ്ചിനീയേഴ്സ് ആണ് ചെയ്യുന്നത്. ഇത് ഏത് മെറ്റീരിയൽ വേണം നമുക്ക് യൂസ് ചെയ്യാം? കോൺക്രീറ്റ് ആവാം, സ്റ്റീൽ ബിൽഡിങ്സ് ആവാം. കോമ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 2 മെറ്റീരിയൽ, മോർ ദാൻ 1 മെറ്റീരിയൽ. ഇപ്പം കോൺക്രീറ്റും സ്റ്റീലും രണ്ടും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? കോമ്പോസിറ്റ് എന്ന് പറയാം. അതായത് മോർ ദാൻ 1 മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി വിൽ കോൾ ദാറ്റ് ആസ് എ കോമ്പോസിറ്റ് മെറ്റീരിയൽ. ചില ബിൽഡിംഗ് നമ്മൾ എടുക്കുമ്പോൾ സ്റ്റീൽ യൂസ് ചെയ്തിട്ടുണ്ടാവും, കോൺക്രീറ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ക്ലോത്ത് ബേസ്ഡ് സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ ടെക്നിക്കൽ പോളിയെത്തിൻ റിസൈൻസ് പോലത്തെ സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് റിസൈൻസ് പോളിയെത്തിന്റെ ബോർഡ് പോലത്തെ ഫൈബർ ബോർഡ്സ്, ഇതിന് മോർ ദാൻ 1 മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് കോമ്പോസിറ്റ് എന്ന് പറയും. അപ്പൊ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് എന്താണെന്ന് മനസ്സിലായി. ദ ജിയോ ടെക്നിക്കൽ, ജിയോ എന്ന് വെച്ചാൽ മണ്ണ് എന്ന് പറയാം കേട്ടോ. ജിയോ ടെക്നിക്കൽ വെച്ചാൽ മണ്ണിനെ കുറിച്ച് പഠിക്കുന്നത്. അതാണ് എർത്ത് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞേക്കുന്നത്. മണ്ണിനെ കുറിച്ച് നമ്മൾ ഡീൽ ചെയ്യുന്നതാണ് നമ്മൾ ജിയോടെക്കിൽ നിന്ന്. ബിഹേവിയർ ഓഫ് എർത്ത് മെറ്റീരിയൽസ്. എർത്ത് എന്ന് വെച്ചാൽ ഒന്നുമില്ലടാ, ഇത് വേറെ ഒന്നുമല്ല, മണ്ണ്. എർത്തും ആ എർത്തിൽ എന്തൊക്കെയുണ്ട്? സോയിലുണ്ട്, റോക്കും ഉണ്ട്. അപ്പൊ ജിയോ ടെക്നിക്കൽ ഓർക്കുമ്പോഴേ ഈ മണ്ണ് ഓർക്കുക, എർത്ത് മെറ്റീരിയൽസിനെ ഓർക്കുക, സോയിൽ, റോക്ക്. ഓക്കെ, അപ്പം ഇത് നമ്മൾ പഠിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇത് പഠിക്കുന്നത്? ഒരു സ്ട്രക്ചർ നമ്മൾ ബിൽഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫൗണ്ടേഷൻ ആണ് വെരി ഇമ്പോർട്ടന്റ്. ഫൗണ്ടേഷൻ എക്സ്കവേറ്റ് ചെയ്യണമെങ്കിൽ ആ മണ്ണ് സേഫ് ആണോ, ഒരു ബിൽഡിങ് താങ്ങാനുള്ള കപ്പാസിറ്റി അതിനുണ്ടോ എന്ന് നമ്മൾ പഠിക്കണം അല്ലെ. അല്ലെങ്കിൽ നമ്മൾ ഒരു ബിൽഡിംഗ് ചെയ്ത് ആ ബിൽഡിംഗ് മൊത്തം കൊളാപ്സ് ആയി താഴെ വീഴത്തില്ലേ? വീഴും. അപ്പം ആദ്യം നമ്മൾ മണ്ണിനെ കുറിച്ച് പഠിക്കണം. മണ്ണ് സ്റ്റേബിൾ ആണെന്നോ കാര്യങ്ങൾ നോക്കിയിട്ട് മാത്രമേ അതിന്റെ മേളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഡിസൈൻ ചെയ്ത് ബിൽഡിംഗ് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. നോട്ട് ഓൺലി ബിൽഡിംഗ്, അത് റീറ്റെയിനിങ് വാൾ. റീറ്റെയിനിങ് വാൾ വെച്ചാൽ ത്രൂ ഔട്ട് ദ ലെന്തിൽ ഫുള്ള് മണ്ണ് സ്ലൈഡായി വീഴാതിരിക്കാൻ വേണ്ടി ഭിത്തി കെട്ടുന്നത്. ഓക്കെ, ടണൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്താണെന്ന് അറിയാം. ഓക്കെ, സ്ലോപ്സ് എന്ന് പറയാം. ഇതില് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്ന മണ്ണെടുക്കുക, മണ്ണ് ടെസ്റ്റ് ചെയ്യുക, മണ്ണിന് എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ടെന്ന് അറിയുക, അതിനെ ബേസ് ചെയ്തിട്ട് ഫൗണ്ടേഷൻ ഏതാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഗ്രൗണ്ട് ഇംപ്രൂവ്മെന്റ് ടെക്നിക്സ്. ഗ്രൗണ്ട് ഇപ്പൊ ക്ലേ ആണെങ്കിൽ അതിനെ മാറ്റിയിട്ട് അതിനെ ഇംപ്രൂവ്മെന്റ് ചെയ്യാനായിട്ട് വേറെ എന്തെങ്കിലും മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. ഇതെല്ലാം മണ്ണിനെ കുറിച്ച് ഫൗണ്ടേഷനെ ബേസ് ചെയ്ത് വരുന്ന എല്ലാ സാധനവും ആര് ചെയ്യും? ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ചെയ്യും. ഓക്കെ, ഓർത്തോണം, ജിയോ ടെക്നിക്കൽ വന്ന മണ്ണ്. ഓക്കെ, ഇനി വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ്, ആ പേര് തന്നെ ഉണ്ട്, വെള്ളം മാനേജ്മെന്റ് ചെയ്യുന്നത്. വാട്ടർ റിസോഴ്സ് എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യുന്നു, ഒരു വാട്ടർ റിസോഴ്സ് ഉണ്ടെങ്കിൽ എത്രത്തോളം മാനേജ് ചെയ്യുന്നു, എത്രത്തോളം അത് യൂട്ടിലൈസ് ചെയ്യുന്നു എന്ന്. മാനേജ്മെന്റ് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് വാട്ടർ റിസോഴ്സസ്, ഇതെല്ലാം തന്നെ വരും ഈ സിസ്റ്റം ഇൻക്ലൂഡ് നമ്മൾ കൊടുക്കുന്ന വാട്ടർ സപ്ലൈ. ഇപ്പം പലയിടത്തും വെള്ളം ഇല്ലാത്തപ്പം പല പദ്ധതികളുണ്ട് അല്ലെ. ആ പദ്ധതികളിൽ പൈപ്പ് സിസ്റ്റവും ഫിൽറ്റർ ഒക്കെ കൊടുത്തിട്ടാണ് നമുക്ക് വെള്ളം വരുന്നത്. മലയോര പദ്ധതി അല്ലെ, കുഴിയോട്ട് മലയിൽ നിന്ന് വരുന്ന താഴോട്ട് മെയിൻ റോഡിൽ വെള്ളം വരുന്നത് അത് ത്രൂ പൈപ്പ് സിസ്റ്റം ആണ് അല്ലെ. അതുപോലെ ഇറിഗേഷൻ, നമ്മളെ കൃഷിക്കായിട്ടുള്ള ആവശ്യമായിട്ടുള്ള വെള്ളം, ഇറിഗേഷൻ പ്രൊപ്പോസ്, അതും വാട്ടർ റിസോഴ്സ് ആണ്. അതേപോലെ ഫ്ലഡ് കൺട്രോൾ, വെള്ളപ്പൊക്കം വരുമ്പോൾ അത് കൺട്രോൾ ചെയ്യാനായിട്ട് ഡാമുകളും അതിനെ കൺട്രോൾ ഇല്ലേ, കനാൽസ്, സൈഫൺ അക്വിഡേറ്റ് ഒക്കെ വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യുന്നത്. ദെൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ, ഹൈഡ്രോ പവർ ജനറേഷൻ, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുമ്പോൾ ഡാമിനെ ഇക്വലൻസേറ്റ് ചെയ്യുന്നത് ആരാണ്? വാട്ടർ റിസോഴ്സസ് എഞ്ചിനീയർ ആണ്. അപ്പൊ ഇവിടെ വാട്ടർ റിസോഴ്സ് വരുമ്പോൾ ഡാം, കനാല്, റിസർവയർ, പൈപ്പ് ലൈന്, ഡ്രെയിനേജ്, വാട്ടർ ഷെഡ് മാനേജ്, ഇതെല്ലാം എവിടെ വരും? വാട്ടർ റിസോഴ്സസ് എഞ്ചിനീയറിംഗില് വരും. ഓക്കെ, റൈറ്റ്, ഫൈൻ. അടുത്തത് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഇറ്റ്സ് വെരി നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനം ടു പ്രൊട്ടക്ട് ദ എൻവയോൺമെന്റ്. നമ്മൾ ജീവിക്കുന്ന ഇൻ ആൻഡ് അറൌണ്ട് സ്ഥലങ്ങൾ പ്രൊട്ടക്ട് ആയിട്ട് നമ്മൾ വെക്കേണ്ടത് നമ്മൾ ഒരാളെയും എന്താണ് ഡ്യൂട്ടിയാണ്. അതിന്റെ മെയിൻ റോൾ വഹിക്കുന്നത് എൻവയോൺമെന്റൽ എഞ്ചിനീയർ ആണ്. അത് വേസ്റ്റ് എടുക്കുക, വേസ്റ്റ് ട്രീറ്റ് ചെയ്യുക, നമ്മളെ എൻവയോൺമെന്റ് ചുറ്റിനും നല്ല എയർ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് റെമഡിയൽ സൊല്യൂഷൻ കൊടുക്കുക. നോട്ട് ഓൺലി എയർ,
വാട്ടർ, വെള്ളം, കിണറ്റിലുള്ള വെള്ളം നല്ലതാണോ, അല്ലെങ്കിൽ ഈക്കോലി ഉണ്ടോ, ബാക്ടീരിയസ് ഉണ്ടോ, ഇതെല്ലാം ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ നമ്മളെ ഹെൽത്തിനെ ബാധിക്കും. ആ ഹെൽത്ത് ആന്ന് പറയുമ്പോൾ ഒരാൾക്ക് തന്നെ ഒരു അസുഖം വന്നാൽ നമ്മള് അനുഭവസ്ഥരാണ്. കൊറോണ ആവട്ടെ, വേറെ ഒരുപാട് ക്ലീൻ എയറിൽ കൂടെ തന്നെ സ്പ്രെഡ് ആയ ഓരോ ഡിസീസസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ത്രൂ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, വെള്ളം ട്രീറ്റ് ചെയ്യാൻ പറ്റും. നല്ല അഴുക്കുള്ള വെള്ളം, ഈക്കോലിയൊക്കെ ഉള്ള വെള്ളം നമുക്ക് ലാബിൽ എടുത്തുകൊണ്ട് വന്നിട്ട് അതിന് കുറെ ടെസ്റ്റിംഗ് പ്രോസസ്സ് ഉണ്ട്. എന്നിട്ട് നല്ല വെള്ളം ആക്കാൻ പറ്റും. ഓക്കെ. അതുപോലെ എയർ പൊല്യൂഷൻ കൺട്രോൾ, ഒരുപാട് സൾഫർ ഡൈ ഓക്സൈഡ്, NO2 ഒക്കെ എമിഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വിപ്മെന്റ് ഉണ്ട്. ആ ഇക്വിപ്മെന്റ് കൺട്രോൾ പിടിച്ചിട്ട് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് റെമഡിയൽ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ സോളിഡ് വേസ്റ്റ്, ഇപ്പൊ നമുക്കറിയാം ഒരുപാട് വേസ്റ്റുകളുണ്ട്. അതിനെ കളക്ട് ചെയ്യാനും അത് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാനുള്ള സിസ്റ്റം നമുക്കുണ്ട്. അതുപോലെ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്, എത്രത്തോളമാണ് നമ്മളെ എൻവയോൺമെന്റ് നശിച്ചിരിക്കുന്നത്, അത് എത്ര സർവേ എടുക്കാൻ പറ്റും, അതിനെ അസസ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ചെയ്യുന്നത് ആരാ? എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ആണ് ചെയ്യുന്നത്. സോ ക്ലിയർ. ഫസ്റ്റ് കമ്മിങ് ടു ട്രാൻസ്പോർട്ടേഷൻ ഓർക്കുക, എന്താണ് വണ്ടികൾ ഓർക്കുക. ഓക്കെ. സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഓർക്കുക, ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വരുന്ന ലോഡുകളും അനാലിസിസും ഓർക്കുക. ജിയോടെക്കൽ വരുമ്പോൾ മണ്ണ് ഓർക്കുക. വാട്ടർ റിസോഴ്സ് വരുമ്പോൾ എളുപ്പമാണ്. വാട്ടർ പേരുണ്ട്, അതിൻ്റെ അകത്ത് തന്നെ പേരുണ്ട്. വാട്ടർ സപ്ലൈ കൊടുക്കുന്നത്, കൃഷി ചെയ്യുന്നത്, എന്താണ് ഫ്ലഡ് കൺട്രോൾ ചെയ്യുന്നത്, പവർ ജനറേഷൻ, ഡാം ഓർക്കുക. എൻവയോൺമെന്റ് നമ്മൾ ഓർക്കുമ്പോൾ വേസ്റ്റ് ട്രീറ്റ്മെന്റ്, പൊല്യൂഷന്, സപ്ലൈ ക്ലീൻ എയർ, വെള്ളം ട്രീറ്റ്മെന്റ് ചെയ്യുക, സോളിഡ് വേസ്റ്റ് മാനേജ് ചെയ്യുക. ഇത്രയും സാധനങ്ങൾ ഓർക്കുക. ഓക്കെ. ഓർക്കാൻ വേണ്ടിയിട്ട് പറയാണ്. ഇതാണ് ആ സിലബസിൽ പറഞ്ഞ സാധനം. ഇപ്പൊ നമുക്ക് നോക്കാം. കം ടു ദിസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെ, ഈ ഇതിലെ ഡിസിപ്ലിൻ സിവിൽ എഞ്ചിനീയറിംഗില് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാവേ. ഓക്കെ. വിച്ച് ബ്രാഞ്ച് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ഡീൽസ് വിത്ത് ദ ഡിസൈൻ ഓഫ് റോഡ്, റെയിൽവേ, ദ ട്രാൻസ്പോർട്ട് സിസ്റ്റം? ആൻസർ ഇതേതാ? ബ്രാഞ്ചസ് ഡീൽസ് വിത്ത് ഡിസൈൻ ഓഫ് റോഡ്, റെയിൽവേ, ആരാ? സി. Very good. C. Okay. And structural engineering primarily focus on? ഡി. ഏതാണ്? ഡി. D. Yes, D ആണ്. Good. Designing structure to withstand, നമ്മൾ പറഞ്ഞു ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അതിന്റെ ലോഡ് ഫോഴ്സസും അനാലിസിസ് ചെയ്ത് ഡിസൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്ത് വരും എന്ന് പറഞ്ഞു. ഓക്കെ. ക്ലിയർ. ഫൈൻ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Coming to next question. ഇതിന് എങ്ങനെ വന്നാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം? And geotechnical is concerned with? Soil and rock behavior. അല്ലെങ്കിൽ എർത്ത് മെറ്റീരിയൽസ് എന്ന് ചോദിക്കാം. The main objective of water resource engineering is to? ഏതാ? സി. ഓക്കെ. ഗുഡ്. സി. ഫൈൻ. ഓക്കെ. ഇതേപോലെ എങ്ങനെ വേണമെങ്കിൽ വരാം, മനസ്സിലാക്കിയിട്ട് എഴുതിയിരുന്നാൽ മതി. എന്തായാലും ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും. ഓക്കെ. Next, which discipline focus on protecting the environment and public health? ബി. യെസ്, എൻവയോൺമെന്റൽ ആണ്. എൻവയോൺമെന്റ് വന്നാലേ എൻവയോൺമെന്റ്, പബ്ലിക് ഹെൽത്ത് വന്നാലും എൻവയോൺമെന്റ്. Which of the following is commonly designed by structural engineers? Structural engineer. ബി ആണ്. ബിൽഡിങ്സ് ആണ് കേട്ടോ. യെസ്, ഗുഡ്. അപ്പൊ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് ആൻസേഴ്സ് എഴുതാൻ പറ്റും. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചാൽ നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും. ഡിസൈനിങ് ഫൗണ്ടേഷൻ ഫോർ ബിൽഡിംഗ് ഇസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ഫൗണ്ടേഷൻ. It's responsibility of whom? ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ സോയിലില് എടുത്തോണ്ട് വന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട്. ഏതാ? യെസ്, ജിയോടെക്നിക്കൽ ആണ്. മാറിപ്പോകുന്നത്. ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ്. The construction of dam and irrigation canal is typically handled by? ഡാമും ഇറിഗേഷൻ കനാൽസും. ഡാമും ഇറിഗേഷൻ കനാൽസും ആണേ. വാട്ടർ റിസോഴ്സ് ആണോ, എൻവയോൺമെന്റൽ ആണോ? സ്ട്രക്ചറൽ ട്രാൻസ്പോർട്ടേഷൻ എന്തായാലും ഇല്ല, അത് നമുക്ക് അടിച്ചു കളയാം. വാട്ടർ റിസോഴ്സ് ആണോ, എൻവയോൺമെന്റൽ ആണോ? എ ആണ്. മാറിപ്പോകരുത്. ഡാം ആൻഡ് ഇറിഗേഷൻ കാനൽ ആണ് കംസ് അണ്ടർ വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ്. ഓക്കെ. ഫൈൻ. നെക്സ്റ്റ് ഇവിടെ അടുത്തത് നോക്കുക. ട്രാഫിക് മാനേജ്മെന്റ് ആൻഡ് പേയ്മെന്റ് ഡിസൈൻ ഫോൾസ് അണ്ടർ വിച്ച് ഫീൽഡ്? ബി.
B. ആ മാറിപ്പോയത് ട്രാഫിക്കും സിഗ്നൽസ് നമ്മൾ തന്നെയാണ്, പേയ്മെന്റും ട്രാൻസ്പോർട്ടേഷൻ തന്നെയാണ്. ഓക്കെ, മാറിപ്പോയത്. സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ഈസ് എ പാർട്ട് ഓഫ് സോളിഡ് വേസ്റ്റ് B. മാനേജ്മെന്റ് ഈസ് എ B. പാർട്ട് ഓഫ് ഏതാ? B. B. ബി B. ബി എൻവിറോൺമെന്റൽ ആണ്. സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്, എയർ പൊല്യൂഷൻ കൺട്രോള്, വാട്ടർ ട്രീറ്റ്മെന്റ്, വാട്ടർ അതൊക്കെ വരുമ്പോ ട്രീറ്റ്മെന്റ് ബേസിൽ വരുമ്പോ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ വരുമ്പോ ഏതാ വരുന്നത്? ബി ആണ് വരുന്നത്, എൻവിറോൺമെന്റൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, പിന്നെ ഏത് ഡിസിപ്ലിൻ വന്നാലും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റണം കേട്ടോ. ഓക്കെ, ക്ലിയർ? ഫൈൻ. അപ്പം നമ്മൾ സിലബസ് നോക്ക. സോ നമ്മളിപ്പോ വന്നത് ഇവിടെ എത്തി. ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ഇവിടെ നിന്ന് ഇവിടെ വരെയാണ് നമ്മൾ കവർ ചെയ്തത്. ഓക്കെ, വി ഹാവ് ഓൾ ദീസ് ക്വസ്റ്റ്യൻ. ക്ലിയർലി ഏത് ക്വസ്റ്റ്യൻ വന്നാലും എഴുതാവോ? ജസ്റ്റ് റെഫർ ഇറ്റ്. എഴുതാൻ പറ്റും, വെരി സിമ്പിൾ. മനസ്സിലാക്കി ടെൻഷൻ അടിക്കാതെ റിലാക്സ് ആയിട്ട് എഴുതണം. ഈ ഓപ്ഷൻസ് വരുമ്പോഴേ അങ്ങനെ നമ്മൾ കൺഫ്യൂസ് ചെയ്യുന്ന പോലെയൊക്കെ വരും. നമ്മൾ ഓർക്കുക, പ്രാക്ടിക്കലി മനസ്സിലാക്കുക, അങ്ങനെ എഴുതുക കേട്ടോ. അപ്പൊ ഇവിടെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും തെറ്റാതെ എഴുതണേ. ഓക്കെ, നെക്സ്റ്റ് വി ക്യാൻ മൂവ് ഓൺ. നെക്സ്റ്റ് ഐറ്റം അടുത്തിലോട്ട് പോവാം. ഡ്രോയിങ്സ് സിലബസിലെ ഇൻട്രൊഡക്ഷൻ ടു ബിൽഡിങ്സ് നമുക്ക് നോക്കാം. എന്തായാലും ഇതിനകത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ടൈപ്സ് ഓഫ് ബിൽഡിംഗ് ആസ് പെർ ദ കോഡ് ആണ്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതാണ്, ഇൻട്രൊഡക്ഷൻ ടു ബിൽഡിംഗ്. ഇതിൻ്റെ അകത്ത് ഇതാണ് ഈ സാധനം. ആസ് പെർ NBC എന്ന് വെച്ചാൽ ഇതാണ്, ഇതിനെയാണ് പറഞ്ഞത്. വി ഹാവ് ടു ഡിവൈഡ് or classify the building only as per the code. നമ്മൾ ഈ സിവിൽ എഞ്ചിനീയറിംഗ് ചെയ്യുമ്പോൾ എന്ത് ചെയ്താലും ഏതിന്റെ ബേസിലാണ് നമ്മൾ ചെയ്യുന്നത്? കോഡിന്റെ ബേസിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, നാഷണൽ ബിൽഡിംഗ് കോഡ്. അപ്പം ടൈപ്പ് ഓഫ് ബിൽഡിംഗ് പറഞ്ഞേക്കുന്നത് നാഷണൽ ബിൽഡിംഗ് കോഡാണ് തന്നേക്കുന്നത്. അപ്പൊ അതിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻസ് നമുക്ക് നോക്കാം. നോക്കിയിട്ട് അതിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഫൈൻ. ഗോയിങ് ബാക്ക്. മറ്റേ ഡിപ്പാർട്ട്മെന്റ് കുട്ടികൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഫൈൻ. നിങ്ങൾക്ക് അതാണ് നമുക്ക് ഇമ്പോർട്ടന്റ്. വേറെ ഫീൽഡിലുള്ള കുട്ടികളും ഇത് വരുമ്പോൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. ദാറ്റ്സ് ദ അജണ്ട. ഓക്കെ, സി നൗ ടൈപ്സ് ഓഫ് ബിൽഡിംഗ്. ദ ടൈപ്സ് ഓഫ് ബിൽഡിംഗ് ആസ് പെർ ബിൽഡിംഗ് കോഡ് ആൻഡ് ജനറലി ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ഓക്കുപ്പൻസി ആർ യൂസ്ഡ്. സി കുറെ ക്ലാസിഫിക്കേഷൻസ് പറയുന്നുണ്ട്, പക്ഷെ മെയിൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് അടിസ്ഥാനമായിട്ട് പറയുന്നത് ബേസ്ഡ് ഓൺ ഓക്കുപ്പൻസി ആണ് പറയുന്നത്. ഓക്കെ, ആർ യൂസ്. ഇപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ ബേസ്ഡ് ഓൺ ഓക്കുപ്പൻസി പറയാം, ഫയർ പറയാം, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയലിനെ ബേസ് ചെയ്ത് പറയാം, അല്ലെ? പക്ഷെ മെയിൻ നമ്മൾ ഫോക്കസ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ഓക്കുപ്പൻസി. പക്ഷെ നിങ്ങളെ സിലബസിൽ ടൈപ്പ് ഓഫ് ബിൽഡിംഗ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ബേസ്ഡ് ഓൺ ഓക്കുപ്പൻസി എന്ന് മാത്രം പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ ബേസ്ഡ് ഓൺ ഓക്കുപ്പൻസിയിലാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ബിക്കോസ് NBC എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത് ഓക്കുപ്പൻസി അല്ലെങ്കിൽ അതിന് യൂസേജ് വെച്ചിട്ടാണ്. ഓക്കെ, ഏത് ടൈപ്പ് ഓഫ് ബിൽഡിംഗ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്, അതുകൊണ്ടായിരിക്കണം. ബട്ട് ഞാൻ ബേസ്ഡ് ഓൺ ഓക്കുപ്പൻസി മാത്രമല്ല എല്ലാ ടൈപ്പും എല്ലാ ക്ലാസിഫിക്കേഷൻ ഞാൻ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഇയർ അങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ വർഷം വേണമെങ്കിൽ വേറെ ചോദിക്കാമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം മെയിൻ വന്ന് ബേസ്ഡ് ഓൺ ഓക്കുപ്പൻസി ആ യൂസ് വെച്ചിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അതിൽ ക്ലാസിഫൈ ചെയ്യുന്നതിന്റെ കോഡ് മാറില്ല. NBC എന്ന് വെച്ചാൽ ആരും അല്ലാതെ ആരാ? നാഷണൽ ബിൽഡിംഗ് കോഡ് ഓഫ് ഇന്ത്യ. ഇതാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷൻ അണ്ടർ പാർട്ട് 4 കൃത്യമായിട്ട് കോഡി പറയുന്നുണ്ട്. ബിക്കോസ് റിലേറ്റിംഗ് ടു ഫയർ ആൻഡ് ലൈഫ് സേഫ്റ്റി വെച്ചിട്ട് സമ്മറൈസ് ചെയ്തിട്ടുണ്ട്, ക്ലിയർ ആയിട്ട് അവര് സമ്മറൈസ് ചെയ്തിട്ടുണ്ട്. സോ ദ ടൈപ്പ് ഓഫ് ബിൽഡിംഗ് പറയുമ്പോൾ ആദ്യം നമുക്ക് ഓർമ്മ വരേണ്ടത് ഇറ്റ് ഇസ് ക്ലാസിഫൈഡ് അണ്ടർ ദ ടോപ്പിക് ഓക്കുപ്പൻസി ആർ യൂസ്. ഇറ്റ് ഈസ് ഗിവൺ ബൈ NBC. That NBC is nothing but National Building Code of India. അണ്ടർ പാർട്ട് 4 കൃത്യമായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി ഞാൻ അത് ടാബ്ലേറ്റ് ചെയ്തു. അപ്പം സി ഫസ്റ്റ് നോക്ക്, ടൈപ്പ് ഓഫ് ബിൽഡിംഗ് ഇത്രയും ബേസിൽ അവർ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കുപ്പൻസി, ഫയർ റെസിസ്റ്റന്റ്, ബേസ്ഡ് ഓൺ ഹൈറ്റ് ഓഫ് ബിൽഡിംഗ്, മോഡ് ഓഫ് ലോഡ് ട്രാൻസ്ഫർ, ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ യൂസ്, ഇത്രയും ചെയ്തിട്ടുണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ആരാണ്? ഈ ബേസ്ഡ് ഓൺ ഓക്കുപ്പൻസി ആണ്.
ഓക്കെ റൈറ്റ്. സോ നമുക്ക് നോക്കാം. ബേസ്ഡ് ഓൺ ഓക്കുപ്പൻസി, ഞാൻ ഈ ടാബ്ലോ കോളം ചെയ്തത് എന്താന്ന് വെച്ചാല് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ബേസ്ഡ് ഓൺ ഓക്കുപ്പൻസി നമ്മള് വീടാണെങ്കിൽ വീട്, സ്കൂൾ ആണെങ്കിൽ സ്കൂള്, അല്ലെ, കോളേജ് ആണെങ്കിൽ കോളേജ്. അപ്പം നമ്മൾ ഇരിക്കുന്ന സ്ഥലം, നമ്മൾ യൂസ് ചെയ്യുന്ന സ്ഥലത്തിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിട്ട് അങ്ങനെ ഈ ബേസ്ഡ് ഓൺ ഓക്കുപ്പൻസി വി ഹാവ് ക്ലാസിഫൈഡ് ദ ഗ്രൂപ്പ്സ് ഫ്രം എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി, ഗ്രൂപ്പ് ഡി, ഗ്രൂപ്പ് ഇ, ഗ്രൂപ്പ് എഫ്, ഗ്രൂപ്പ് ജി, ഗ്രൂപ്പ് എച്ച്, ഐ. അപ്പം എത്ര ക്ലാസിഫിക്കേഷൻ ഉണ്ട്? കമോൺ. Based on occupancy, the building is classified from group A2. പോരട്ടെ, ഗ്രൂപ്പ് A2 I. പറയടാ. I. ഗ്രൂപ്പ് ഐ. അപ്പൊ ഗ്രൂപ്പ് എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ഉണ്ട്. മനസ്സിലായല്ലോ? 9 ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ. ഫസ്റ്റ് ഗ്രൂപ്പ് എ കംസ് അണ്ടർ, ഇതാണ് നിങ്ങൾ ഓർക്കണേ, റെസിഡൻഷ്യൽ ബിൽഡിംഗ്. റെസിഡൻഷ്യൽ ബിൽഡിംഗ് നമ്മൾ വീട്ടിൽ താമസിക്കുന്ന സ്ഥലങ്ങൾ, അത് ഹോസ്റ്റൽ ആവാം, സാധാരണ വീടുകൾ, ബിൽഡിംഗ്സ് ആവാം, അപ്പാർട്ട്മെന്റ് ആവാം, ഇത് ഇമ്പോർട്ടൻറ്റ്, ലോഡ്ജ് ആവാം. നമ്മൾ താമസിക്കുന്ന ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ക്യാൻ ലീവ് ഇൻ, അതിനെ നമ്മൾ റെസിഡൻഷ്യൽ, നമ്മൾ വീടുകളിനെയാണ് റെസിഡൻഷ്യൽ. അപ്പൊ നിങ്ങൾ ഓർക്കുക, അണ്ടർ ഗ്രൂപ്പ് എ വിച്ച് ബിൽഡിംഗ് ആണ് വരുന്നത്, വിച്ച് ഓക്കുപ്പൻസി ടൈപ്പ് ആണ് റെസിഡൻഷ്യൽ. എ ആർ റഹ്മാൻ ഓർത്താൽ മതി. AR. ഓക്കെ. അപ്പൊ AR റഹ്മാൻ ഓർക്കുമ്പോൾ ആ ഗ്രൂപ്പ് എ ആണെങ്കിൽ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ് എന്ന് പെട്ടെന്ന് ഓർക്കണം. ഓക്കെ. അടുത്ത കമ്മിങ് ടു ഗ്രൂപ്പ് ബി കംസ് അണ്ടർ എഡ്യൂക്കേഷണൽ ബിൽഡിംഗ്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഒരു ഓർക്കുക, സ്കൂള്, കോളേജ്, യൂണിവേഴ്സിറ്റി, ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അപ് ടു ഒരുപാട് കുട്ടികൾ, 5000 ഓക്കുപ്പൻസിന് ക്യാരി ചെയ്യാൻ പറ്റുന്ന ബിൽഡിംഗ് എല്ലാം തന്നെ എഡ്യൂക്കേഷണൽ ബിൽഡിംഗ് ആണ്, അല്ലെ? സ്കൂളും കോളേജും എല്ലാം തന്നെ. BE ഓർത്താൽ മതി, ബാച്ചുലർ ഓഫ് എഞ്ചിനീയറിംഗ്. BE ഓർക്കാമല്ലോ, BE ബാച്ചുലർ ഓഫ് എഞ്ചിനീയറിംഗ്. അപ്പൊ അത് നമുക്ക് എഴുതാൻ പറ്റും. അടുത്തത് ഗ്രൂപ്പ് സി വരുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ് ആണ്. എഡ്യൂക്കേഷൻ ബിൽഡിങ്ങിനും ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിങ്ങിനും ഒരുപാട് വ്യത്യാസമുണ്ട്, മാറിപ്പോയത്. എഡ്യൂക്കേഷൻ മീൻസ് ഓൺലി ഫോക്കസ് സ്കൂൾ, കോളേജ്, യൂണിവേഴ്സിറ്റി, ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമാണ് എഡ്യൂക്കേഷൻ. നമ്മൾ ഇപ്പം പലരും കോമൺ ആയിട്ട് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പറയും, പക്ഷെ ഇൻസ്റ്റിറ്റ്യൂഷനും പലരും പറയുന്നത് കോളേജസ് വരും, യൂണിവേഴ്സിറ്റി വരും. പക്ഷേ ആസ് പെർ നാഷണൽ ബിൽഡിംഗ് കോഡ് പറയുന്നത് അങ്ങനെ അല്ല. എഡ്യൂക്കേഷൻ ബിൽഡിംഗ് എന്ന് വെച്ചാൽ സ്കൂൾ, കോളേജ്, യൂണിവേഴ്സിറ്റി, ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വരും. ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽസ്, നഴ്സിംഗ് ഹോംസ്, സാനിറ്റോറിയ, ജയില്, അസംബ്ലി ഹാള്, ഓഡിറ്റോറിയം പോലത്തെ, ഓഡിറ്റോറിയം വരില്ല, കോൺഫറൻസ് ഹാള്, ക്ലാസ് എടുക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങളുണ്ട്, അത്. പിന്നെ ഓൾഡ് ഏജ് ഹോംസ്, ഇതെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്, സ്കൂൾ, കോളേജ്, യൂണിവേഴ്സിറ്റി, ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞ് വരുന്ന ബാക്കി ഹോസ്പിറ്റൽസും നഴ്സിംഗ് ഹോംസും സാനിറ്റോറിയവും ജയിലെല്ലാം വരുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ്സ് ആണ്. ഓക്കെ റൈറ്റ്. ഇനി ഇവിടെ നമുക്ക് ഓർക്കാനുണ്ട് CI ഓർത്തയാ മതി. CI, പോലീസിന് CI ഓർത്താ പോരെ. അപ്പം AR, BE, CI. അടുത്തത് G കംസ് അണ്ടർ ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ്. അത് ഫാക്ടറി ആവാം, എന്തെങ്കിലും പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന യൂണിറ്റ് ആവാം, വർക്ക്ഷോപ്പ് ആവാം, അസംബ്ലി ചെയ്യുന്ന ബിൽഡിംഗ്, അസംബ്ലി പ്ലാന്റ്സ് ആവാം, യൂണിറ്റ് ഒക്കെ മാനുഫാക്ചർ ചെയ്തിട്ട് അത് അറേഞ്ച് ചെയ്ത് അസംബിൾ ചെയ്യുന്ന യൂണിറ്റ് ആവാം. അതിനെല്ലാം ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ്സ് ആണ് പറയുന്നത്. GI ഓർത്താൽ മതി. ഗാൽവനൈസ്ഡ് ആയി നമ്മൾ ഓർക്കത്തില്ല, GI അങ്ങനെ ഓർക്കുക. അടുത്തത് H എന്ന് പറയുന്നത് സ്റ്റോറേജ് ബിൽഡിംഗ് ആണ്. വാർ ഹൗസ് എന്ന് വെച്ചാൽ ഇപ്പം അരി സ്റ്റോർ ചെയ്യുന്ന. എന്തോ EF പറഞ്ഞിട്ടാ D ഒന്നും പറഞ്ഞില്ല. പറഞ്ഞില്ലടാ. ഓയ്യോ, സോറി, അതിന് അടുത്തത് പോയി. ഓക്കെ. ഡി നോക്ക്. ഡി എന്ന് പറയുമ്പോൾ അസംബ്ലി ബിൽഡിംഗ്സ് ആണ്. തിയേറ്റേഴ്സ് ഉണ്ട്, സിനിമ ഹാൾസ് ഉണ്ട്, സ്റ്റേഡിയംസ് ഉണ്ട്, പ്ലേസസ് ഓഫ് വർക്ക്ഷോപ്പ് ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ക്ലബ് ഉണ്ട്. ഓക്കെ. അസംബ്ലി ബിൽഡിംഗ് ആളുകൾ വന്ന് അസംബിൾ ചെയ്യുന്ന സ്ഥലം. സിനിമ തിയേറ്റർ ഉണ്ട്, എല്ലാ തിയേറ്ററും ആവാവേ, കോൺഫറൻസ് ഹാൾസ് എല്ലാം ആവാം, സ്റ്റേഡിയങ്ങളെല്ലാം ആവാം, വർക്ക്ഷോപ്പ് ചെയ്യുന്ന സ്ഥലങ്ങളാവാം, റെസ്റ്റോറന്റ് ആവാം, ക്ലബ് ആവാം. ഓക്കെ. DA ഓർത്താൽ മതി. DA ഡെയിലി അലവൻസസ്. DA. അടുത്ത EB ഓർക്കുക. ബിസിനസ് ബിൽഡിംഗ്, ഓഫീസ് ആവാം, ബാങ്ക് ആവാം, സർവീസ് ആവാം, IT പാർക്ക് ആവാം, കോൾ സെന്റേഴ്സ് ആവാം. ഓക്കെ. അതെല്ലാം ബിസിനസ് ബിൽഡിംഗ് ആണ്. FM ഫ്ലൂയിഡ് മെക്കാനിക്സ് ഓർക്കുക, അല്ലെങ്കിൽ FM റേഡിയോ, FM ഓർക്കുക. ഓക്കെ. മെർക്കന്റൈൽ ബിൽഡിംഗ്. മെർക്കന്റൈൽ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ഷോപ്പ്, മാർക്കറ്റ്, മാള്, ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ, ഷോറൂം. ഓക്കെ. ബിസിനസ് ബിൽഡിംഗ്, മെർക്കന്റൈൽ ബിൽഡിംഗ് മാറിപ്പോകരുത്. ബിസിനസ് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ബിസിനസ് നടക്കുന്ന സ്ഥലങ്ങൾ, പക്ഷേ ഒഫീഷ്യൽ ആയിട്ടുള്ള ഓഫീസും, ബാങ്ക്, സർവീസ്, IT പാർക്ക്, കോൾ സെന്റേഴ്സ് ആണ്. മെർക്കന്റൈൽ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ഷോപ്പ്, മാർക്കറ്റ്, ഹോൾസെയിൽസ് പോലത്തെ സാധനങ്ങളാണ്. മാൾസ്, ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ്, ഷോറൂംസ്. ഓക്കെ. GI ഓൾറെഡി നമ്മൾ പറഞ്ഞു. HS സ്റ്റോറേജ് നമ്മൾ പറഞ്ഞു. വെയർ ഹൗസ് ആവാം, അത് അരി സ്റ്റോർ ചെയ്യുന്നതാവാം, വലിയ വലിയ കാറുകൾ സ്റ്റോർ ചെയ്യുന്ന ഗോഡൌൺസ് ആവാം, അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാവാം, ഫ്രൈറ്റ് ഡെപ്പോസിറ്റ് ആവാം, അതായത് ഹെവി വെഹിക്കിളിന്റെ എക്യുപ്മെന്റ്സോ അല്ലെങ്കിൽ ഹൈപോർട്ടിന്റെ, എയർപോർട്ടിന്റെ, എന്ത് തന്നെ സ്റ്റോർ ആവട്ടെ, അതിനെല്ലാം നമുക്ക് എന്ത് പറയാം? സ്റ്റോറേജ് ബിൽഡിംഗ്സ് എന്ന് പറയാം. SRS ബിൽഡിംഗ്സ് പറയുമ്പോൾ
ഡേഞ്ചർ ആയിട്ടുള്ള കത്തിപ്പോരുന്ന എക്സ്പ്ലോസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യുന്നതോ സ്റ്റോർ ചെയ്യുന്നതോ സ്ഥലമാണെങ്കിൽ IH ഹസാർഡസ് ബിൽഡിംഗ് എന്ന് പറയും. ഓക്കെ, ഇവിടെ എത്രണ്ണം ഉണ്ട് നോക്ക്. A 1 2 3 4 5 6 7 8 9. അത് ABCDEFGHI. അത് ഓക്കുപ്പൻസി ടൈപ്പ് ആണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അസംബ്ലി, ബിസിനസ്, മെർക്കൻഡൈൻ, ഇൻഡസ്ട്രിയൽ, സ്റ്റോറേജ്, ഹസാർഡസ്. ഓക്കെ, അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഏതൊക്കെ ബിൽഡിംഗ് ആണെന്ന് അത് മനസ്സിലാക്കി ഈ ടാബിൾ കോളം ഒന്ന് റെഫർ ചെയ്തിട്ട് പോകണം. ഓക്കെ, ഇല്ല നമുക്ക് നോക്കാം, ഇതിനെ ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കേ. According to National Building Code, buildings are classified in how many types based on occupancy? എത്ര ടൈപ്സ് ആ? 9. ഓക്കെ, അപ്പൊ A2 അത് ഓർത്താതെ. Now, as per NBC, which of the following is classified as Group A occupancy? AR റഹ്മാനെ ഓർത്താ മതി എന്ന് പറഞ്ഞു. B, residential building. Okay. Next. അടുത്ത നോക്കിക്കോ. Hospitals and sanatoria fall under which occupancy classification as per NBC? Hospital and sanatoria. ഗ്രൂപ്പ് സി. ആലോചിച്ച് പറഞ്ഞത്. ഗ്രൂപ്പ് സി. ഓക്കെ, ഗ്രൂപ്പ് സി എന്ന് പറയുമ്പോ ആരാ അത്? ഹോസ്പിറ്റൽ ആൻഡ് സാനിറ്റോറിയ, നഴ്സിംഗ് ഹോം, ഓൾഡ് ഏജ് ഹോം, ഇൻസ്റ്റിറ്റ്യൂഷണൽ. ഗുഡ്. അതും കൂടെ ഓർത്ത് കണക്ട് ചെയ്ത് പോകണം കേട്ടോ. ഇനി അങ്ങനെ ചോദിച്ചാലോ? ഓക്കെ, ഇറ്റ് കംസ് അണ്ടർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്രൂപ്പ് സി. അങ്ങനെ തന്നെ പഠിക്കണേ. ഓക്കെ, ഫൈൻ. Which group as per NBC include building like offices, bank and professional establishment? ഏതാ? ബിസിനസ് ആണ്. ഓക്കെ, മാറിപ്പോയത്. comes under business. Okay, fine. Next. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു മിനിറ്റ്, ഞാൻ അത് ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം. എന്തോ ഒരു ഡയവേർഷൻ ഈ പേജ് മാത്രമേ ഉള്ളൂ. ഒരു മിനിറ്റ്, വെയിറ്റ്. പിന്നെന്തോ അലൈൻമെന്റ് പ്രശ്നമായി. ഞാനിപ്പോ വേറൊരു ഫോൾഡർ ഓപ്പൺ ചെയ്യാതെ ഒരു മിനിറ്റ്. കാണാമോ കുഞ്ഞുങ്ങളെ? വേറൊരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടേ. പോകുന്ന മുമ്പേ ഒന്ന് നോക്കിയിട്ട് പോണേ. നമ്മൾ ഏത് ക്വസ്റ്റ്യൻ ആയിരുന്നല്ലേ നോക്കിയേ? സ്റ്റാർട്ടിംഗ് ഫ്രം 8. ഓക്കെ, ഫൈൻ. ഇതല്ലേ എഡ്യൂക്കേഷൻ ബിൽഡിംഗ് അപ് ടു വിച്ച് ക്ലാസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ഗ്രൂപ്പ് ബി ഓഫ് NBC ക്ലാസിഫിക്കേഷൻ? എഡ്യൂക്കേഷൻ ബിൽഡിംഗ് അപ് ടു വിച്ച് ക്ലാസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ഗ്രൂപ്പ് ബി. ഇത് ഏതാണെന്ന് മനസ്സിലായോ? എവിടെ കിടന്നെന്ന് അറിയാമോ? Education building up to which class are included in Group B? Class 12. 8 അല്ലേ? ABCDEFGH 8 അല്ലേ? ഞാൻ അതിലോട്ട് വരാം. ഓക്കെ, ഇപ്പൊ നോക്കിക്കോ. Which type of building is categorized under Group D in NBC? ഏതാണ്? Assembly. Buildings used for storage purpose are classified under which group in NBC? Storage. H. Storage. Okay, H. Which occupancy group include factories and workshop? Factories and workshop ആണ്. Factories and workshop. Group G. Industrial. Okay. Now, Group 1 in NBC refers to which type of building? Sorry, Group 1 അല്ല, Group I കേട്ടോ. Group I ആണ് ഇത്. Group I in National Building Code refers to which type of building? I. Hazardous. ഇത് ഓർത്ത് വെക്കണം.
ഓക്കെ, ഞാൻ തിരിച്ചങ്ങോട്ട് വരാം. ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇവിടെ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിക്കാൻ കൺഫ്യൂഷൻ ഉണ്ടാവും. കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആ ടാബിളുകൾ അറിഞ്ഞിരുന്നാൽ ഇത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഞാൻ തിരിച്ചു വരാം, ഒരു മിനിറ്റ്, തിരിച്ച് അങ്ങോട്ട് പോവാം. ഇത് ഞാൻ ഷെയർ ചെയ്യാം. ബിഫോർ ദാറ്റ് എവിടെ പോയി? ഓക്കെ, ക്ലിയർ. ഇവിടെ അല്ലേ നമുക്ക് ഇത് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത സാധനമാണ്. അതെന്തോ അലൈൻമെന്റ് മാറിപ്പോയതാണ്, അത് ഞാൻ ക്ലിയർ ചെയ്യാം. ഓക്കെ, ഡൗൺലോഡ് ആയപ്പോ അലൈൻമെന്റ് അതിന് ശ്രദ്ധിച്ചില്ല. ഓക്കെ, അപ്പം ഇവിടെ ഇത്രയും ക്വസ്റ്റ്യൻസ് ഓൺലി ബേസ്ഡ് ഓൺ ദിസ് ടാബിൾ കോളം. ഈ ടാബിൾ കോളം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പോയാൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? Okay. യെസ് ഓർ നോ? Yes. ഓക്കെ, അപ്പൊ ഈ പോകുമ്പോ ഈ ടാബിൾ കോളം ഒന്ന് നോക്കിയിട്ട് പോണം കേട്ടോ. ഒരു മിനിറ്റ്. ആൻസേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. അപ്പൊ ഈ ടാബിൾ കോളം ക്ലിയർ ആയിട്ട് നോക്കിയിട്ട് പോണേ. ഇത് നോക്കിയിട്ട് പോയാൽ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് നോക്കാം. ഇതാണ് ബേസ്ഡ് ഓൺ ഓക്കുപ്പൻസി ആണ് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഞാൻ നോക്കിയപ്പം എല്ലാത്തിലും കണ്ടത്. ഇനി വേണമെങ്കിൽ ഇപ്പൊ 2025 സിലബസ് ആണ്, പുതിയതാണ്. പഴയ ക്വസ്റ്റ്യൻസ് മാത്രം നമുക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. എഗെയിൻ ഫർദർ ഡിവിഷൻ ഉണ്ട്. ആക്ച്വൽ പറയുവാണെങ്കിൽ നമ്മൾ അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ABCDF ഏത് ടൈപ്പ്, ദെൻ എന്തൊക്കെ ബിൽഡിങ്സ് വരുന്നത് അത് പഠിക്കുക ആദ്യം. ഇതൊന്ന് റെഫർ ചെയ്തിട്ട് പോകുന്നത് നന്നായിരിക്കും. എയിൽ നമ്മൾ പറഞ്ഞല്ലോ റെസിഡൻഷ്യൽ ബിൽഡിംഗ്, ഗ്രൂപ്പ് എ റെസിഡൻഷ്യൽ ബിൽഡിംഗ്, അതിനെ എഗെയിൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് ലോഡ്ജ് ഉണ്ട്, സാധാരണ ഡൊള്ളിങ്സ് ഉണ്ട്, ഫ്ലാറ്റ്സ് ഉണ്ട് നമ്മൾ പറഞ്ഞു. അതിനെ തന്നെ അവർ പിന്നെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എനെ A1, A2, A3, A4, A5, A6. Clear? Group A residential building is again classified into 5 as A1, A2, A3, A4, A5 and A6. 6 വരെ പോവാം. 6 പറയുന്നില്ല, എന്നാലും ഇരുന്നോട്ടെ. സ്റ്റാർ ഹോട്ടൽസിന് ചോദിച്ചു കഴിഞ്ഞാലോ? ഓക്കെ, ക്ലിയർ ആണോ? യെസ് ഓർ നോ? മനസ്സിലായല്ലോ? ഇതിനൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ലോഡ്ജിങ് അല്ലെങ്കിൽ റൂമിംഗ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നോട്ട് മോർ ദാൻ 40%. 40% മേളിൽ കൂടരുത്. അതിൽ ഡൈനിങ് ഹാൾ ഉണ്ടാവാം, ഡൈനിങ് ഹാൾ ഇല്ലാവാം. ഇനി കുക്കിംഗ് ഫെസിലിറ്റീസ് ഉണ്ടാവാം, കുക്കിംഗ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണ്ട. വിത്തൗട്ട് ഡൈനിങ് ഹാൾ ഉണ്ടാവാതിരിക്കാം, ബട്ട് വിത്തൗട്ട് കുക്കിംഗ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണ്ട. നോട്ട് മോർ ദാൻ 40%. ലോഡ്ജ്, ഹോട്ടൽസ്, ഗസ്റ്റ് ഹൗസ്, അതിന് A1 ലോഡ്ജിങ്, A1 എന്നാ പറയുന്നത്. A2 ആകുമ്പോൾ 1 or 2 ഫാമിലി പ്രൈവറ്റ് ഡോളിങ്സ്, പ്രൈവറ്റ് ആയിട്ട് ഒരു ഫാമിലിയോ 2 ഫാമിലിയോ ജീവിക്കുന്നത്. ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് ബി നോട്ട് മോർ ദാൻ 20%. ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വേണം ചോദിക്കാം. നോട്ട് മോർ ദാൻ എത്ര %? 20%. നോട്ട് മോർ ദാൻ 20% ആയിരിക്കണം. ഓക്കെ, ദിസ് ഇസ് സ്ലീപ്പിംഗ് അക്കോമഡേഷൻ അഗൈൻ ക്ലാസിഫൈഡ് A1, A3, A4 എന്ന് പറയാം. പക്ഷെ നമുക്ക് അത് വേണ്ട, ഇത് ഹൈലൈറ്റ് ചെയ്താൽ മതി. A2 ആണെങ്കിൽ നോട്ട് മോർ ദാൻ 20%, മെയിൻലി ഫോക്കസ് ഓൺ 1 or 2 ഫാമിലി. A3 എന്ന ഡോമിറ്ററീസ്, നിങ്ങൾക്ക് അറിയാം, ഡോമിറ്ററീസ് കുഞ്ഞുകുഞ്ഞായിട്ട് സ്ലീപ്പിംഗ് ആണ് മെയിൻ ആയിട്ട് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, ഉറങ്ങാനായിട്ടാണ്. ഡൈനിങ് ഫെസിലിറ്റീസ് ഉണ്ടാവാം. സെയിം ഫാമിലിയിൽ തന്നെ മെമ്പേഴ്സ് ആവണമെന്നില്ല. ഹു ആർ നോട്ട് മെമ്പേഴ്സ് ഇൻ ദ സെയിം ഫാമിലി ഓൾസോ ക്യാൻ ലിവ് ഇൻ ദാറ്റ്. ഓക്കെ, കുഞ്ഞു കുഞ്ഞു റൂമായിട്ടോ അല്ലെങ്കിൽ സീരീസ് ഓഫ് ക്ലോസ് ആയിട്ട് അസോസിയേറ്റഡ് റൂംസ് ഉണ്ടായിരിക്കാം. ജോയിന്റ് ഒരുമിച്ച് ഓക്കുപ്പൻസ് ചെയ്ത് ഒരു മാനേജ്മെന്റ് ആയിരിക്കും. ഒറ്റ മാനേജ്മെന്റേ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ ഫാമിലിയിൽ ഉള്ളവർ തന്നെ വേണമെന്നില്ല, ആര് വേണമെങ്കിലും ആവാം, ഫ്രണ്ട്സ് ആവാം, വേറെ ഫാമിലി ആവാം. എല്ലാം ഒരുമിച്ച് ജോയിൻ ഓക്കുപ്പൻസ് ചെയ്യുന്നതാണ് ഡോമിറ്ററീസ് എന്ന് പറയുന്നത്. അത് A3 വരും. A4 എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഫ്ലാറ്റ് അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ് ഹൗസസ് ആണ്. എനി ബിൽഡിംഗ് ആൻഡ് സ്ട്രക്ചർ 2 or 3 ഫാമിലീസിന് നമുക്ക് താമസിക്കാം. ഇൻഡിപെൻഡന്റ് ആയിട്ട്, ലിവിങ് ഇൻഡിപെൻഡന്റ് ആയിട്ടോ വിത്ത് ഡിപെൻഡന്റ് അല്ല, ഇൻഡിപെൻഡന്റ്. ഫ്ലാറ്റ് അങ്ങനെ അല്ലേ, കുറെ ഫ്ലാറ്റ്സ് ഉണ്ടായിരിക്കും. ആ ഫ്ലാറ്റിൽ എല്ലാവരും ജീവിക്കുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. ആൻഡ് ഇൻഡിപെൻഡന്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് കുക്കിംഗ് ഫെസിലിറ്റീസും കൊടുക്കുന്നത്. Okay, right? Any building and structure in which living quarters are provided for 3 or more families living independent to each other and with independent cooking facilities, മെയിൻ ആയിട്ട് അപ്പാർട്ട്മെന്റ് ഹൗസസ്. അതിനെ നമുക്ക് എന്തായിട്ടും പറയാം, ഫ്ലാറ്റ് ആയിട്ടും പറയാം. ഓക്കെ,
A5 ഹോട്ടൽസ് ആണ്. ബിൽഡിംഗ് അണ്ടർ സിംഗിൾ മാനേജ്മെന്റ് ആയിരിക്കും. ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് സ്ലീപ്പിംഗ് അക്കോമഡേഷൻ ആയിരിക്കും മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഡൈനിങ് ഫെസിലിറ്റീസ് ഉണ്ടാവാതിരിക്കാം. അപ് ടു 4 സ്റ്റാർ വരെയാണ്. നമുക്കിപ്പോ അറിയാം 3 സ്റ്റാർ ഉണ്ട്, 4 സ്റ്റാർ ഉണ്ട്, 5 സ്റ്റാർ ഉണ്ട്. 4 സ്റ്റാർ കാറ്റഗറി വരെയാണ് A5 ഹോട്ടൽസ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ A6 എന്ന് പറയുന്നത് സ്റ്റാർട്ട് ഹോട്ടൽസ് ആണ്. കൺസേൺ അതോറിറ്റി 5 സ്റ്റാർ, 6 സ്റ്റാറിനൊക്കെയാണ് സ്റ്റാർ ഹോട്ടൽസ് എന്ന് പറയുന്നത്. ഇത് ഡെഫിനറ്റ്ലി കൺസേൺ അതോറിറ്റിന്ന് അപ്രൂവ് മേടിച്ചിട്ടുണ്ടായിരിക്കണം. ഹോട്ടൽ ഷുഡ് ബി അപ്രൂവ്ഡ് ബൈ കൺസേൺ അതോറിറ്റി ആസ് 5 സ്റ്റാറിന്റെയും അല്ലെങ്കിൽ എബോ സ്റ്റാറിന്റെയും ഉള്ള ഫിസിഷ്യനെ കൺസേൺ അതോറിറ്റിന്ന് നമ്മൾ അപ്രൂവ് മേടിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സി അതായത് ഗ്രൂപ്പ് എ റെസിഡൻഷ്യൽ ബിൽഡിംഗ്, ആ റെസിഡൻഷ്യൽ ബിൽഡിംഗില് A1, A2, A3, A4, A5, A6 ഉണ്ട്. അതിന്റെ അകത്ത് തന്നെ എന്താണ് A1 ആണെങ്കിൽ നോട്ട് മോർ ദാൻ 40%. ഹിയർ 2 or 4 ഫാമിലി ആകുമ്പോൾ A2 നോട്ട് മോർ ദാൻ 20%. A3 ഡോമിറ്ററീസ് ആണ്. വി ആർ മെയിൻലി ഫോക്കസിങ് ആ സ്ലീപ്പിംഗ് അക്കോമഡേഷൻ. സെയിം ഫാമിലി ആവാം, മെമ്പർ ആവാം, ഒരു മാനേജ്മെന്റ് ആണ്, ജോയിന്റ് ഓക്കുപ്പൻസിയിലാണ്. A4 അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ആണ്. അവിടെ 3-4 ഫാമിലീസ് ഉണ്ടാവാം. ഓക്കെ, അത് ബട്ട് എവറിത്തിങ് വിൽ ബി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഇൻഡിപെൻഡന്റ് ടു ഈച്ച് അതർ ആസ് വെൽ ആസ് എവറിത്തിങ് വിൽ ബി ഇൻഡിപെൻഡന്റ്. ദ മെയിൻ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് അപ്പാർട്ട്മെന്റ് ഹൗസസ്, ഹോട്ടൽസ്, സിംഗിൾ മാനേജ്മെന്റ് സ്ലീപ്പിംഗ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ ദർ നോട്ട് ബി പ്രൊവൈഡ് ചെയ്യാം. ഡൈനിങ് വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇല്ല. പക്ഷെ 4 കാറ്റഗറി വരെ മാത്രമേ A5 ഹോട്ടൽസ് വരത്തുള്ളൂ. A6 പറയുന്നത് എബോ 4, ദാറ്റ് ഈസ് 5-6 സ്റ്റാർസ് ഒക്കെ വരുന്നത് A6 സ്റ്റാർ ഹോട്ടൽസ്. ക്ലിയർ? ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ ടീച്ചർ. ഇത് ഓർത്തോണ്ടേ, സിമ്പിൾ ആണ്. അത് റെസിഡൻഷ്യൽ ആണ്. റെസിഡൻഷ്യൽ വരുമ്പോൾ നമുക്കറിയാം വീടുകൾ, ലോഡ്ജുകൾ, ഡോമെട്രീസുകൾ, ഫ്ലാറ്റ് ഡിഫറെന്റ് നെയിമിൽ അറിയപ്പെടുന്നു. അതിന് ഡിഫറെന്റ് കാറ്റഗറീസ് ആയിട്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് ക്വസ്റ്റ്യൻ ആക്കില്ലെങ്കിലും ഈ കളർഫുൾ ആയിട്ട് ഇപ്പൊ സിംഗിൾ മാനേജ്മെന്റ് ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടുള്ളത് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. സോ ആ പോയിന്റ് ഫോക്കസ് ചെയ്താൽ മതി. Now group B, educational buildings comes under, again it is further divided into B1, B2. മെയിൻ ആയിട്ട് B1, B2 ആണ്. B1 സ്കൂൾസ് അപ് ടു സീനിയർ സെക്കൻഡറി ലെവൽ. ഓക്കെ, സീനിയർ സെക്കൻഡറി ലെവൽ വരെ സ്കൂൾ, അതിന് നമ്മൾ സ്കൂൾസ്, അത് എങ്ങനെയാവാം? ബിൽഡിംഗ്സ് ആർ ഗ്രൂപ്പ് ഓഫ് ബിൽഡിംഗ് ആവാം, ഒരു മാനേജ്മെന്റ് ആവാം, സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. നോട്ട് ലെസ് ദാൻ 20 നമ്പർ. അതിന്റെ അകത്ത് 20 നമ്പർ ഓഫ് സ്റ്റുഡൻസ് കുറയാതെ ഉണ്ടായിരിക്കണം എന്നാണ്. അതിനെ മാത്രമേ നമ്മൾ സ്കൂളിൽ നിന്ന് വിളിക്കത്തുള്ളൂ. ഇപ്പൊ 20 താഴെയുള്ളത് നമുക്ക് സ്കൂളിൽ നല്ല ട്യൂഷൻ സെന്റർ എന്ന് പറയാം അല്ലെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്ലാസ് എടുക്കുന്ന സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ എന്ന് പറയാം. അത് ലെസ് ദാൻ 20 ആണെങ്കിൽ വി വിൽ കോൾ ഇറ്റ് ബൈ അതർ നെയിം. ഇറ്റ് ഷുഡ് ബി നോട്ട് ലെസ് ദാൻ, ദാറ്റ് ഇസ് മോർ ദാൻ 20 നമ്പർ ഉണ്ടായിരിക്കണം. നോട്ട് ലെസ് ദാൻ 20 നമ്പർ, മോർ 20 നമ്പർ. എന്നാൽ മാത്രമേ നമ്മൾ സ്കൂളിൽ നിന്ന് വിളിക്കത്തുള്ളൂ. ദാറ്റ് ക്യാൻ ബി ഇൻക്ലൂഡ് അപ് ടു സ്റ്റാർട്ടിങ് ഫ്രം ദ അംഗൻവാടി തൊട്ട് തുടങ്ങാം നമുക്ക് അല്ലെ. പ്ലേ സ്കൂളിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ എവിടെ വരെ 12th വരെയും നമുക്ക് B1 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. B2, all other training institutes, okay, it's also come under single management, which is used for students not less than 100 in number. Okay, training institution centers confuse ചെയ്ത സ്കൂൾ ട്രെയിനിങ് കൊടുക്കുന്നത്. സ്കിൽ ട്രെയിനിങ് മീൻസ് ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അതിനെ മാത്രം സ്റ്റഡീസിന്റെ കൂടെ തന്നെ പ്രാക്ടിക്കലി ആയിട്ട്, അതാണല്ലോ ട്രെയിനിങ് എന്ന് പറയുന്നത്, കൊടുക്കുന്നത്. അതിനെയാണ് നമ്മൾ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. അവിടെ സ്റ്റുഡൻസ് നോ ലെസ് ദാൻ 100, 100ന്റെ താഴെ പോകരുത്. ഓക്കെ, 100ന്റെ മേളിൽ ഉണ്ടായിരിക്കണം. അതിനെ നമ്മൾ എന്ത് പറയും? ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇറ്റ്സ് വെരി സിമ്പിൾ. ഗ്രൂപ്പ് ബി, B1 and B2, സ്കൂൾ അപ് ടു സീനിയർ സെക്കൻഡറി ലെവൽ, all other training institute. Senior secondary level not less than 20 in number. Here all of the training institute not less than 100 in number. Then group C, institutional buildings. Okay, ഇവിടെ നമുക്ക് ക്ലാസിഫൈ ചെയ്യുന്നത് again C1, C2, C3. ഓക്കെ, ആദ്യം നോക്കുക C1 നോക്കുക. C1 നമ്മൾ പറഞ്ഞേക്കുന്നത്, ഒരു മിനിറ്റ്, ഹോസ്പിറ്റൽ ആൻഡ് സാനിറ്റോറിയ. ഓക്കെ, നിങ്ങൾക്കറിയാം എന്താണ് ഹോസ്പിറ്റൽ, എല്ലാവരും ഡെയിലി ലൈഫിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. സാനിറ്റോറിയ എന്ന് വെച്ചാൽ എന്താണ് അറിയാവോ? വാട്ട് ഈസ് സാനിറ്റോറിയ?
എന്താണ് ആരും കേട്ടിട്ടില്ലേ ഇത്? എനിവൺ? This is sanitoria അല്ലെ sanitaria എന്നും പറയും. Okay, it's nothing but used for housing persons suffering from physical limitations because of health or age. അതിനെ നഴ്സിംഗ് ഹോംസ് ഒക്കെ കേട്ടിട്ടില്ലേ? നഴ്സിംഗ് ഹോം, ഓക്കെ, ഓൾഡ് ഏജ് ഹോംസ്. അത് ഓൾഡ് ഏജ് ഹോംസ് വരുമ്പോ ഗ്രൂപ്പ് C1 വല്ല C2, പക്ഷെ സൺടോറിയയിൽ വരാം. പക്ഷെ മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് നഴ്സിംഗ് ഹോംസ് ആണ്. Okay, right? So it is used for housing persons suffering from physical limitation. Physical ആയിട്ടുള്ള കൈ, കാല്, ദേഹം മൊത്തം അതിനുള്ള സഫറിങ്സ് എന്തുകൊണ്ട് വരുന്നതായിരിക്കാം? വയസ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഹെൽത്ത് ഉണ്ടാവുന്നതാവാം. എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽസ്, നഴ്സിംഗ് ഹോംസ്. ഓക്കെ, ഈ പല സ്ഥലങ്ങളിൽ നഴ്സിംഗ് ഹോംസ് ഉണ്ട്. അതിനെ സാനിറ്ററിയ എന്നും പറയും, സനിറ്റോറിയ എന്നും പറയും. അങ്ങനെ തന്നെ പേരിട്ടിട്ടുണ്ട്. Okay. Next, C2 custodial institution used for custody and care of person. അത് ഓർഫണേജ് ആവാം, ദാറ്റ് ഈസ് ചിൽഡ്രൻ ആവാം, അല്ലെങ്കിൽ കൺവോലൻസ് ആൻഡ് ഏജ്. കൺവോലൻസ് മീൻസ് ആരും ഇല്ലാത്ത ഉള്ളവർക്കുള്ളതാവാം, അല്ലെങ്കിൽ ഏജ്ഡ് പേഴ്സൺസ് ആവാം. ഓക്കെ, വയസ്സായവർക്കുള്ളതാവാം. അതാണ് പറഞ്ഞത്. ഓർഫണേജസ് നമുക്ക് അറിയാം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അതേപോലെ കൺവലൻസ് ആരും ഇല്ലാത്ത ഒരുമിച്ചിട്ടല്ല, സെപ്പറേറ്റ് ആയിട്ട് വീട് എടുത്തിട്ട് താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഓക്കെ, അത് വരുന്നത് കസ്റ്റോഡിയൻ. അതാണ് ഒരാൾ കസ്റ്റോഡിയനിൽ ഇരിക്കുന്നത് ആണ്. ഓക്കെ, ഇപ്പൊ ഓർഫണേജ് എടുത്താലും എന്താണ്, ഒരു ഫോർ എക്സാമ്പിൾ നമ്മൾ ഗാന്ധിഭവൻ എടുക്കുകയാണെങ്കിൽ ഒരാൾ കസ്റ്റോഡിയനിലാണ് ഇരിക്കുന്നത് അല്ലെ. ഒരുപാട് ഓർഫണേജസ് ഉണ്ട്. അതേപോലെ നമ്മളെ ഏജ്ഡ് ആയിട്ടുള്ള പേഴ്സണെയോ ഓർഫണേജ് ആയിട്ടുള്ള ചെറിയ ചിൽഡ്രനെ കൊണ്ടിടുന്നത് കൺവലൻസ് ഫോം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാനുണ്ട്. അതും ഒരു കസ്റ്റോഡിയനിലാണ്, ഒരാളാൽ അതോറിറ്റിയിലാണ് ഇരിക്കുന്നത്. അപ്പൊ അത് കംസ് അണ്ടർ C2 വരും. ഇനി C3 എന്ന് പറയുന്നത് പേനൽ ആൻഡ് മെന്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ടോട്ടലി ഡിപ്രഷൻ അല്ലെങ്കിൽ മെന്റൽ പ്രോബ്ലംസ് ഉള്ള ആളുകളെല്ലാം നമ്മള് കാറ്റഗറീസ് ചെയ്യുന്ന C3. പീനൽ മീൻസ് ജയിൽ, പ്രിസൺസ് ഒക്കെ പീനൽ എന്ന് പറയാം അല്ലെ. ജയിലിലെ പ്രിസൺസ് ഒക്കെ. മെന്റൽ ഹോസ്പിറ്റൽസിനൊക്കെ അല്ലെങ്കിൽ കറക്ഷൻസ് ഹോസ്പിറ്റൽസിനൊക്കെ നമ്മൾ പറയുന്നത് എന്താണ്, കറക്റ്റ് ഡിറ്റക്ഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ മെന്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയാം. ഈ പേര് മാറില്ലേ, പീനൽ എന്ന് പറയുമ്പോൾ ജയില്, പ്രിസൺ. അതായത് ഒരാൾ തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്ത് തിരുത്താനുള്ള സ്ഥലത്തിൽ കൊണ്ടിടുന്നതാണ് പീനൽ. ഓക്കെ, മെന്റൽ അങ്ങനല്ല. ഡ്യൂ ടു സ്ട്രെസ് ആർ സംതിങ് മെന്റലി പ്രോബ്ലംസ് ഉള്ളത്, ഹെൽത്ത് ബേസ്ഡ് ആണ്. മെന്റലി അറിയാതെ ചെയ്തു പോകുന്നത്, മെന്റലി പ്രോബ്ലം കൊണ്ടിട്ട് ചെയ്യുന്നതാണ് മെന്റൽ ഹോസ്പിറ്റൽസ്. ഓക്കെ, അത് മെന്റൽ. പീനൽ അങ്ങനല്ല, തെറ്റ് ചെയ്തു അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലം വേണം, അതിനുള്ള സ്ഥലമായിട്ട് പറയുന്നതാണ് പീനൽ എന്ന് പറയുന്നത്. അത് ജയില്, പ്രിസൺ വരും. അല്ലാതെ മെന്റൽ ഡിപ്രഷൻ, മെന്റൽ ബേസ്ഡ് ഇഷ്യൂസ് വരുന്നതല്ല മെന്റൽ ഹോസ്പിറ്റൽസ്. അതെല്ലാം C3. അപ്പൊ സിമ്പിൾ ആണ്. C1 ഹോസ്പിറ്റൽ ആൻഡ് സാനിറ്റോറിയം ഓർത്താൽ മതി. സാധാരണ നമ്മൾ സഫറിങ്സിന് വേണ്ടി നമ്മൾ പോകുന്ന ഹോസ്പിറ്റൽസും കാര്യങ്ങളും. ഓക്കെ, അല്ലെങ്കിൽ സാധാരണ നഴ്സിംഗ് ഹോമിൽ ബ്ലഡ് എടുക്കാൻ, അതെല്ലാം വരുന്നത് സാനിറ്റോറിയയിൽ. കസ്റ്റോഡിയനിൽ വരുന്നത് അല്ല, ഓർഫണേജസ്, കൺവലൻസ് ഹോംസ്. ഒരു കസ്റ്റോഡിയനിൽ അണ്ടറിൽ ആരും ഇല്ലാത്തവർ പോയി താമസിക്കുക എന്ന് പറയുന്നത്. പീനൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ C3 വരുന്നത്. തെറ്റ് ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് വരാനുള്ള സ്ഥലത്തിൽ കൊണ്ടിടുന്ന സ്ഥലവും, മെന്റലി പ്രശ്നങ്ങളുള്ളവരെ മെന്റൽ ഹോസ്പിറ്റൽസ് കൊണ്ടിടുന്ന സ്ഥലമാണ്. അപ്പൊ C1, C2, 3 ദിസ് ഓൾ കംസ് അണ്ടർ ഗ്രൂപ്പ് C, ദാറ്റ് ഈസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിംഗിന് വരുന്നതാണ്. ഓക്കെ, ഗ്രൂപ്പ് D, assembly buildings, again classified into D1, D2, D3, D4, D5, D6 and D7. ഓക്കെ, D1 ബിൽഡിങ്സ് അസംബ്ലി ആണ്. അപ്പം ഒരുപാട് ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ അതിന് പറ്റണം അല്ലെ, അങ്ങനല്ലേ ആണ്. D1 ആണെങ്കിൽ തിയററ്റിക്കൽ സ്റ്റേജ് പോലത്തെ ഫിക്സ്ഡ് സീറ്റ് ആണ് ഫോർ ഓവർ 1000 പേഴ്സൺസ്. തിയേറ്ററിക്കൽ സ്റ്റേജ് ഹാവിങ് എ തിയററ്റിക്കൽ ഇഫക്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ. ഒരു തിയേറ്ററിന്റെ ഇഫക്റ്റ് ഉണ്ടാവും, ഒരു തിയററ്റിക്കൽ സ്റ്റേജ് ഉണ്ടായിരിക്കും. ഒരു ഫിക്സ്ഡ് സീറ്റ് ഓഫ് ഓവർ 1000 മേളിലാണ്. D2 അഗെയിൻ തിയററ്റിക്കൽ സ്റ്റേജ്, ഫിക്സ്ഡ് സീറ്റ് ആണ്, ലെസ് ദൻ 1000 പേഴ്സൺ. 100 മേളല്ല, താഴെയുള്ളതിന് D2. D3 സാധാരണ സ്റ്റേജ് ഇഫക്റ്റ് മാത്രമേ ഉള്ളൂ. അക്കോമഡേഷൻ 300 ആർ മോർ പേഴ്സൺസ് ബട്ട് നോ പെർമനന്റ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്. 300 മേളിൽ ഉണ്ടാവും, പക്ഷെ ഒരു പെർമനന്റ് സീറ്റ് ഉണ്ടാവില്ല. ഓക്കെ, റൈറ്റ്.
4 again without a stage, പക്ഷെ accommodation for not less than 300%. D5 assembly hall ആയിട്ടാണ് people not covered by subdivision. D1 to D4 കവർ ചെയ്യാത്ത വരുന്ന എല്ലാവരും D5 വരും. This is mainly for assembly of people. Okay. D6 mixed occupancy. അത് ഷോപ്പിംഗ് ആവാം, സിനിമ തിയേറ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സ് ആവാം. മിക്സ്ഡ് ആയിട്ടുള്ള ഓക്കുപ്പൻസീസിനെയാണ് D6. എല്ലാം കൂടെ ഷോപ്പിംഗ്, മാള്, ഷോപ്പിംഗ് ഉണ്ട്, സിനിമ തിയേറ്റേഴ്സ് ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. മാളൊക്കെ നമ്മൾ പറയുമ്പോൾ D6 കാറ്റഗറീസ്. അത് മിക്സ്ഡ് ഓക്കുപ്പൻസി. D7 എന്ന് പറയുമ്പോൾ ബിൽഡിംഗ് അണ്ടർഗ്രൗണ്ട് എലിവേറ്റഡ് മാസ് റാപ്പിഡ് സിസ്റ്റം. താഴോട്ട് പാർക്കിംഗ് ഏരിയ, എലിവേറ്റർ ഏരിയ, അണ്ടർഗ്രൗണ്ട് ബിൽഡിംഗിന്റെ ഏറ്റവും താഴത്തെ പോർഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിന് D7 എന്ന് പറയും. അപ്പം ഗ്രൂപ്പ് ഡി അസംബ്ലിയില് D1 to D7 ഉണ്ട്. അതിന്റെ സ്റ്റേജ് പേഴ്സൺസിന്റെ കൗണ്ട് നോക്കുക, ഓവർ ലെസ് ദാൻ 300, ലെസ് ദാൻ 300. അപ്പൊ D1 to D5 വരുമ്പോൾ എല്ലാം തന്നെ സ്റ്റേജ് ഉള്ളതാണ്. പക്ഷെ D2 D2 സ്റ്റാൻഡേർഡ് തിയററ്റിക്കൽ സ്റ്റേജ് 1000, ഓവറും ലെസ് ദാനും. D3 D4 എടുക്കുവാണെങ്കിൽ തിയററ്റിക്കൽ സ്റ്റേജ് ഇല്ല, അതിന് സ്റ്റേജ് വേണ്ട, വിത്തൗട്ട് സ്റ്റേജ് ഇല്ല, പക്ഷെ അക്കോമഡേഷൻ ഫോർ 300 ആർ മോർ പേഴ്സൺ ഇത് ലെസ് ദാൻ 300. D5 D6 D7 അല്ലെ D5 എടുക്കുവാണെങ്കിൽ D1 to D4 കവർ ചെയ്യാത്തതാണ്, ജസ്റ്റ് ഫോർ അസംബ്ലി, എല്ലാവരും ഒന്ന് കൂടി ഇരിക്കുക, അങ്ങനത്തെ സാധനം. D6 മാള് പോലെയാണ്, എല്ലാം ഉണ്ടായിരിക്കും, ഷോപ്പിംഗ്, സിനിമാറ്റോസ്, റെസ്റ്റോറൻറ്റ്സ്, ഒരു മിസ്റ്റ് ഓക്കുപ്പൻസീസ് ഉണ്ടായിരിക്കും. D7 എന്ന് പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചേഴ്സ്, ബിൽഡിംഗിലെ അണ്ടർഗ്രൗണ്ടോ എലിവേറ്റഡ് മാസ് റാപ്പിഡ് ട്രാൻസിസ്റ്ററോ ഉണ്ടാകുന്ന സ്ഥലം. ഓക്കെ. ഇനി ഗ്രൂപ്പ് ഇയിലെ ബിസിനസ് ബിൽഡിംഗ് ആണ് കാറ്റഗറൈസ് ചെയ്തത്. ഈ ഗ്രൂപ്പ് ഇ തന്നെ അഗെയിൻ E1, E2, E3, E4, E5 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റാം. ഓക്കെ. അതില് E1 offices, banks, professional establishment like offices or architects, engineers, doctors, lawyers, etc. E1 വരുന്നതാണ്. ഓഫീസസ് വരും, ബാങ്ക് വരും, പ്രൊഫഷണൽ എസ്റ്റാബ്ലിഷ്, ഓഫീസ്, ആർക്കിടെക്ട്, എഞ്ചിനീയർ, ഡോക്ടർ, ലായേഴ്സ്, എല്ലാ പ്രൊഫഷണൽസും ഇതിന്റെ അത് വരും. ഓക്കെ. E2 ലബോറട്ടറീസ്, റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് ടെസ്റ്റ് ഹൗസസ്, ടെസ്റ്റ് ചെയ്യുന്ന ഹൗസസ്, റിസർച്ച് നടക്കുന്ന ഏരിയാസ്, ലാബ്, എല്ലാ ലാബും വരും. E3 കമ്പ്യൂട്ടർ ഇൻസ്റ്റാളേഷൻസ് നടക്കുന്ന സ്ഥലം. E4 ടെലിഫോൺ എക്സ്ചേഞ്ചസ്, കമ്മ്യൂണിക്കേഷൻ ആ ടെലിഫോൺ എക്സ്ചേഞ്ചസ്. E5 ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷൻസ് ആൻഡ് TV സ്റ്റേഷൻസ് എല്ലാം വരുന്നത് E5 അപ്പൊ E1 to E5 കംസ് അണ്ടർ ബിസിനസ് ബിൽഡിംഗ്. ആ ബിസിനസ് ബിൽഡിംഗ് തന്നെ സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. E1 ഓൾ പ്രൊഫഷണൽസ് കംസ് അണ്ടർ ഓഫീസ്, ബാങ്ക്, ആർക്കിടെക്ട്സ്, എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, ലായേഴ്സ്, എവറിത്തിങ് വിൽ ബി ഇൻക്ലൂഡഡ്. E2 ഓൾ ലബോറട്ടറീസ്, റിസർച്ച് ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെന്റ്, ടെസ്റ്റ് ഹൗസസ് ഒക്കെ. E3 കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്ഥലം. E4 ടെലിഫോൺ എക്സ്ചേഞ്ചസ്. E5 ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഓൾ TV സ്റ്റേഷൻസ് ഇൻക്ലൂഡഡ് ആണ്. ഈ F മെർക്കന്റൈൽ ബിൽഡിംഗ്സ് എഗെയിൻ ഡിവൈഡ് ഇൻടു F1, F2, F3. അതില് F1 ഷോപ്പ്, സ്റ്റോർ, മാർക്കറ്റ് വിത്ത് ഏരിയ അപ് ടു 500 മീറ്റർ സ്ക്വയർ വരെ ഉള്ള ഏരിയ ആണ്. ഷോപ്പ്, സ്റ്റോർ, മാർക്കറ്റ് ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ ഏരിയ ഒന്ന് നോക്കണേ, അപ് ടു 500 മീറ്റർ സ്ക്വയർ വരെ ഉള്ളത്. ഓക്കെ. ഇനി F2 ഷോപ്പ്, സ്റ്റോർ, മാർക്കറ്റ്, ഓൾ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ് വിത്ത് ഏരിയ മോർ ദാൻ 500. ഇത് 500 വരെ പറ്റത്തുള്ളൂ. F1. F2 മോർ ദാൻ 500 മീറ്റർ സ്ക്വയർ ഏരിയയിലാണ് പറയുന്നത്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്തിന്റെ ബേസിലാണ് പറയുന്നത്. ഓക്കെ. ആണെങ്കിൽ F2. F3 ആണെങ്കിൽ അണ്ടർഗ്രൗണ്ട് ഷോപ്പിംഗ് സെന്റേഴ്സ്, ഏറ്റവും താഴെ അണ്ടർഗ്രൗണ്ട് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്തേക്കുന്ന ഷോപ്പിംഗ് സെന്റേഴ്സിനെല്ലാം തന്നെ നമുക്ക് F3 ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. റൈറ്റ്. ഒരു മിനിറ്റ്. Fine. Group G is again divided into G1, G2, G3. We all know that on the base of hazardous inflammation നമ്മൾ ഓൾറെഡി പറഞ്ഞു. G1 ആണെങ്കിൽ ലോ ഹസാർഡ് ഇൻഡസ്ട്രീസ് ആണ്. G2 ആണെങ്കിൽ മോഡറേറ്റ് ഹസാർഡസ് ഇൻഡസ്ട്രീസ് ആയിട്ടാണ് പറയുന്നത്. G3 ബിൽഡിംഗ്സ് യൂസ് ഫോർ ഹൈലി ഹസാർഡസ് ഇൻഡസ്ട്രീസ് ആയിട്ട് പറയുന്നത്. അപ്പം G1, G2, G3, G1 ലോ, G2 മോഡറേറ്റ്, G3 ഹൈ. അത് ഓർക്കണേ. Now, based on fire resistant capacity, ഇത് ഒന്ന് പറയാവോ? ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇത് ഏത് ക്ലാസിഫിക്കേഷനാ? മെയിൻ ആയിട്ട് ബേസ്ഡ് ഓൺ ഓക്കുപ്പൻസി ആണ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. വേണമെങ്കിൽ ചോദിക്കാം, NPC പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഏതിന്റെ ക്ലാസിഫിക്കേഷൻസാ പറഞ്ഞത്? ബേസ്ഡ് ഓൺ ഓക്കുപ്പൻസിയുടെ ഗ്രൂപ്പ് എയിലെ A1, A2, A3, A4, A5, A6, ബിയിലെ B1, B2, സിയിലെ C1, C2, C3, D T1, T2, D3, D4, D5, D6, BSNS E1, E2, E3, Mercantile F1, F2, F3,
ഓക്കെ, ഇതിന്റെയാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. ഇതിന്റെയാണ് പറഞ്ഞത്, ഇതിനുള്ള ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞത്. ഈ ടാബിൾ കോളത്തിലെ ഫർദർ ക്ലാസിഫിക്കേഷൻ ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ബേസ്ഡ് ഓൺ ഓക്കുപ്പൻസി ആണ് നമ്മളിപ്പം കംപ്ലീറ്റ് ചെയ്തത്. ആസ് പെർ NAC മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞത് ബേസ്ഡ് ഓൺ ഓക്കുപ്പൻസി. പക്ഷേ വേറെ ഡിവിഷൻ ഉണ്ട് നമ്മൾ പറഞ്ഞല്ലേ, ബേസ്ഡ് ഓൺ ഫയറും ബാക്കി കാര്യങ്ങളുണ്ട്. അപ്പൊ അതും കൂടെ ഒന്ന് നമുക്ക് നോക്കി വിട്ടേക്കാം. ഓക്കെ, അപ്പൊ അടുത്തത് ആരാണ്? ബേസ്ഡ് ഓൺ ഫയർ റെസിസ്റ്റന്റ് കപ്പാസിറ്റി. മനസ്സിലാവുന്ന ബേസ്ഡ് ഓൺ ഓക്കുപ്പൻസിയുടെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ആ ക്ലാസിഫിക്കേഷനകത്ത് പിന്നെയും ഫർദർ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പറഞ്ഞു. പിന്നെ മെയിൻ ക്ലാസിഫിക്കേഷനകത്ത് പിന്നെ നമുക്ക് വരുന്നത് ഓക്കുപ്പൻസി കഴിഞ്ഞാൽ വരുന്നത് ആരാണ്? അതാണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. ബേസ്ഡ് ഓൺ ഫയർ റെസിസ്റ്റന്റ് കപ്പാസിറ്റി. എത്രത്തോളം തീന് റെസിസ്റ്റന്റ് ഉണ്ട്. ഇപ്പൊ തീ കത്തും, തീ ഒരു ബിൽഡിംഗ് വരുമ്പോ എത്രത്തോളം ആ ബിൽഡിങ്ങിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നു അല്ലെ, അതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ അല്ലേ. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് അഗൈൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 ആൻഡ് ടൈപ്പ് 4. ടൈപ്പ് 1 കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇൻകംബസ്റ്റിബിൾ. കമ്പസ്റ്റബിൾ എന്ന് വെച്ചാൽ കത്തുന്നത്. ഇൻകംബസ്റ്റബിൾ കത്തില്ല. ഓക്കെ, ഇൻകംബസ്റ്റബിൾ ആൻഡ് ഷുഡ് ബി ഫയർ റെസിസ്റ്റന്റ് ഫോർ 4 hours. 4 മണിക്കൂറിന് അത് ഫയർ റെസിസ്റ്റന്റ് ആണ്, ഒന്നും ചെയ്യത്തില്ല തീക്ക് എന്നാണ് പറയുന്നത്. കത്തില്ല. ആൻഡ് ഷുഡ് ബി ഫയർ റെസിസ്റ്റന്റ് ഫോർ എത്ര മണിക്കൂറാ? 4 മണിക്കൂറിന്. ഓക്കെ, ടൈപ്പ് 2 ഇതും കത്തില്ല. ആൻഡ് ഷുഡ് ബി ഫയർ റെസിസ്റ്റന്റ് എത്ര മണിക്കൂർ വരെയാണ് അതിന് റെസിസ്റ്റന്റ് ഉള്ളത് തീക്ക്? 3 മണിക്കൂർ, 3 hours. ഓക്കെ, ടൈപ്പ് 3 എക്സ്റ്റീരിയർ, പുറത്തുള്ള പോർഷൻ, ഇന്റേണൽ അല്ല എക്സ്റ്റേണൽ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന പോർഷൻ കത്തില്ല. അപ്പൊ കത്തില്ല എന്ന് പറഞ്ഞാൽ കത്താത്ത മെറ്റീരിയൽ കൊണ്ടായിരിക്കും ചെയ്തു വെച്ചേക്കുന്നത്. ആൻഡ് ഇന്ത്യൻ പാർട്ട് ചെയ്തേക്കുന്നത് കത്തുന്ന മെറ്റീരിയൽ ആണ്, കമ്പസ്റ്റബിൾ മെറ്റീരിയൽ ആയിരിക്കും. അത് എത്ര മണിക്കൂർ വരെ? 2 മണിക്കൂർ വരെ. ഓക്കെ, ടൈപ്പ് 4 അഗെയിൻ പുറത്തുള്ള ഭിത്തി, അത് അല്ലെങ്കിൽ മേലത്തെ ഭാഗം റൂഫ് ആയിരിക്കാം, അല്ലെങ്കിൽ തറ ഫ്ലോർ ആയിരിക്കാം, പകുതിയോ ഫുള്ളി ആയിട്ടോ ഉണ്ടാക്കിയേക്കുന്നത് തടിയില്, വുഡിലോ, അല്ലെങ്കിൽ അത് കത്തുന്ന മെറ്റീരിയൽ. വുഡാണ് പെട്ടെന്ന് കത്തുന്ന സാധനം അല്ലെ, ബാംബു ആവാം, അല്ലെങ്കിൽ സാധാരണ വുഡ് ആവാം, അല്ലെ അതേപോലത്തെ പെട്ടെന്ന് കത്തുന്ന മെറ്റീരിയല് ചെയ്തിട്ടുണ്ടായിരിക്കാം. അതിന് ഫയർ റെസിസ്റ്റന്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 1 hour ആണ്. അപ്പൊ നോക്കുക, ബേസ്ഡ് ഓൺ ഫയർ റെസിസ്റ്റന്റ് കപ്പാസിറ്റി 1, 2, 3, 4. അതിൽ 1 എന്ന് പറഞ്ഞത് 1ഉം 2ഉം 3ഉം ഇൻകംബസ്റ്റിബിൾ തന്നെയാണ്. പക്ഷെ 3 വരുമ്പം ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം പൂർണ്ണമായിട്ടും കത്തില്ല എന്ന് പറയുന്നത് ആദ്യത്തെ 2ഉമാണ്, 4 മണിക്കൂറിനും 3 മണിക്കൂറിനും. മൂന്നാമത്തെ ടൈപ്പ് പുറത്ത് ചെയ്തേക്കുന്ന മെറ്റീരിയൽ പെട്ടെന്ന് തീ വരുമ്പോൾ പുറത്താണല്ലോ ബാധിക്കുന്നത്, അത് ചെയ്തേക്കുന്നത് കത്താത്ത മെറ്റീരിയലിനും, അകത്തുള്ളത് കത്തുന്ന മെറ്റീരിയലിനും 2 മണിക്കൂർ വരെ തീ വന്ന് വെട്ടാൻ ഇഷ്യൂസ് ഇല്ല. നാലാമത്തത് പുറത്തുള്ള ഭിത്തിയും മേലത്തെ ഭാഗവും ഫ്ലോറും എല്ലാം ചെയ്തേക്കുന്നത് പകുതിയോ അത് ഫുള്ളായിട്ടോ ചെയ്തേക്കുന്നത് കത്തുന്ന മെറ്റീരിയലിലാണ്. അത് തടിയൊക്കെ ആണെങ്കിൽ ഇത്തിരി തീ വന്നാൽ തന്നെ അങ്ങ് ആളി കത്തും അല്ലേ. ഇപ്പൊ കോൺക്രീറ്റ് ആണെങ്കിൽ അങ്ങനെയല്ല, ടൈപ്പ് 1 വരെ റെസിസ്റ്റന്റ് ഉള്ളതാണ്. ഗ്ലാസ് അതൊക്കെ റെസിസ്റ്റന്റ് ഉള്ളതാണ്. അപ്പൊ അതിന്റെ ബേസിൽ എന്താണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഓർത്താ മതി. ഇറ്റ്സ് ബേസ്ഡ് ഓൺ കത്തുന്ന മെറ്റീരിയൽ, കത്താത്ത മെറ്റീരിയൽ കൊണ്ട് ചെയ്തു. ഓക്കെ, ഇപ്പൊ ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4 കൺസ്ട്രക്ഷൻ ആണ് ബേസ്ഡ് ഓൺ ഫയർ റെസിസ്റ്റന്റ് കപ്പാസിറ്റി. ഓക്കെ, നൗ അടുത്ത തേർഡും എന്താ പറഞ്ഞേക്കുന്നത് നോക്കെ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഓർഡർ ഒന്ന് ഓർക്കാൻ മതി. ബേസ്ഡ് ഓൺ ഓക്കുപ്പൻസി കംപ്ലീറ്റ് ചെയ്ത് ബേസ്ഡ് ഓൺ ഫയർ റെസിസ്റ്റന്റ്. അടുത്ത ബേസ്ഡ് ഓൺ ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് വേണ്ട. ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് ABC, അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡിസൈൻ ആണ്. ഇപ്പൊ NBC സെപ്പറേറ്റഡ് ആയിട്ട് സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല. പക്ഷേ NBC സെപ്പറേറ്റഡ് പറഞ്ഞ ബേസ്ഡ് ഓൺ മോഡ് ഓഫ് ലോഡ് ട്രാൻസ്ഫറിൽ പറയുന്നുണ്ട്. ബേസ്ഡ് ഓൺ മോഡ് ഓഫ് ലോഡ് അല്ലെങ്കിൽ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഒന്നിന്ന് ഒന്ന് ട്രാൻസ്ഫർ ആവുമല്ലോ. നമുക്കിപ്പോ അറിയാം, മേളത്തെ പോസ്റ്റ് ആണെങ്കിൽ മേളത്തിൽ നിന്ന് വന്ന് താഴെ ഫൗണ്ടേഷനിൽ പോയി താഴെ മണ്ണിൽ കൂടെ ലോഡ് ട്രാൻസ്ഫർ ആവും. അപ്പൊ അതിനൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യുന്ന സ്ട്രക്ചർ ആണ് ലോഡ് ബിയറിംഗ് സ്ട്രക്ചർ ആൻഡ് ഫ്രെയിം സ്ട്രക്ചർ. ലോഡ് ബിയറിംഗ് എന്ന് പറയുമ്പോൾ ലോഡ് ഓഫ് റൂഫ് ഓഫ് ഫ്ലോർ ഈസ് ട്രാൻസ്ഫർ ടു ദ ഫൗണ്ടേഷൻ ബൈ സാധാരണ കല്ല് കൊണ്ട് ഉണ്ടാക്കിയ വാളിൽ കൂടെ ട്രാൻസ്ഫർ ആവും. അതാണ് ലോഡ് ബിയറിംഗ്. മാഷനറി എന്ന് വെച്ചാൽ ബ്രിക്ക് ആവാം, അല്ലെങ്കിൽ സാധാരണ കല്ലാവാം. മാഷനറി ആയിട്ട് വർക്ക് ചെയ്ത ഫ്രെയിം എന്ന് പറയുമ്പോൾ അങ്ങനല്ല. ത്രൂ നമ്മൾ ലോഡ് ഇപ്പം സ്റ്റീൽ ആവാം, അത് കോൺക്രീറ്റ് ആവാം, എന്ത് തന്നെ ആയിക്കോട്ടെ, ഒരു വെൽ സ്ട്രക്ചർ ഉണ്ടായിരിക്കും. അതിൽ റൂഫിലും ഫ്ലോറിലും വരുന്ന സാധനം ട്രാൻസ്ഫർ ചെയ്യുന്നത് ഫൗണ്ടേഷനിൽ കൂടെ വന്ന്, ഫൗണ്ടേഷനിൽ പോകുന്നത് എങ്ങനെയായിരിക്കും? ഏതൊരു ലോഡ് വന്നാലും ഫൗണ്ടേഷനിലാണല്ലോ ലാസ്റ്റ് വന്ന് നിൽക്കുന്നത്, എന്നിട്ടാണല്ലോ മണ്ണിൽ പോയി സ്റ്റെബിലൈസ് ആവുന്നത്. ഇത് ഫ്രെയിംഡ് ആണെങ്കിൽ
എല്ലാം ത്രൂ കോളംസ് ഫൂട്ടിങ്സും കൂടി ആയിരിക്കും. ഓക്കെ, കോളം വെർട്ടിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ കോളം എന്ന് പറയുന്നത്. ഫൂട്ടിങ് താഴെ ഇടുന്ന ഏത് ടൈപ്പ് ആണോ ഫൂട്ടിങ്, ഐസൊലേറ്റഡ് ആവാം, റെക്ടാങ്കുലർ ആവാം, അല്ലെങ്കിൽ പൈലാവാം, മാറ്റ് ആവാം, വാട്ടെവർ ഇറ്റ് മേ ബി. ആ കോളംസിലൂടെ ഫൂട്ടിങ് കൂടെയും ഫൗണ്ടേഷനിൽ ലോഡ് എല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നത് ഫ്രെയിം സ്ട്രക്ചർ ഒന്നും, റൂഫിന്റെ ഫ്ലോസിന്റെ എല്ലാ സ്ട്രക്ചറിൽ നിന്നും വരുന്ന ഫൗണ്ടേഷനിലെ ലോഡ് ട്രാൻസ്ഫർ മാഷണറി, സാധാരണ മാഷണറി വോൾ വെച്ച് ഭിത്തിയാണ് ഉദ്ദേശിക്കുന്നത്. മാഷണറി എന്ന് വെച്ചാൽ ഭിത്തി കൂടെ തന്നെ ലോഡ് ട്രാൻസ്ഫർ ആയി പോകുന്നതിന് ലോഡ് ബിയറിംഗ് സ്ട്രക്ചർ എന്നും, ഫ്രെയിം സ്ട്രക്ചർ കോളത്തിന്റെ കൂടെയും ഫൂട്ടിങ് കൂടെയും ഫൗണ്ടേഷനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പറയുന്നത്. ഓക്കെ, ദിസ് ഓൾവേസ് ഇവിടെ ഈ ഫ്രെയിമിന്റെ സ്ട്രക്ചറിൽ ഇവിടത്തെ വോളിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു പാർട്ടീഷൻ മാത്രമാണ്, ഒരു ഡിവൈഡ് ചെയ്യുന്ന ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, റൈറ്റ്. സോ ദിസ് ഈസ് കണ്ടോ, ഇത് വോൾ, ഇതാണ് ഭിത്തി, ത്രൂ ഔട്ട് ഭിത്തി കണ്ടോ, ഭിത്തി. അപ്പം ആദ്യത്തെ ലോഡ് ബിയറിംഗ് സ്ട്രക്ചർ ലോഡ് ഇങ്ങനെ വരുന്ന മേളിൽ ഇതിൽ കൂടെ തന്നെ ഇങ്ങനെ യൂണിഫോം ഡിസ്ട്രാക്ട് താഴോട്ട് പോകും. ഈ ഭിത്തിയാണ് ത്രൂ ഔട്ട് ഇത് താഴോട്ട് പോകും. ഇത് വാൾ, സാധാരണ ഭിത്തി, വാൾ എന്നാണ് നമ്മൾ പറയുന്നത് ടെക്നിക്കലി. ഫ്രെയിം അങ്ങനെയല്ല, ജസ്റ്റ് ഒരു ഫ്രെയിം മാത്രമേ ഹോളൊക്കെ ആയിരിക്കാം. ഇത് ഫ്രെയിം ആണ്, ജസ്റ്റ് ഒരു ഫ്രെയിം സ്ട്രക്ചർ. ഇവിടെ ഒന്നും ത്രൂ ഔട്ട് സ്ട്രക്ചേഴ്സ് ഇല്ല. ഇതാണ് കോളം, ഇതാണ് കോളം. വെർട്ടിക്കലായിട്ട് ഇരിക്കുന്നതിനെയാണ് നമ്മൾ സിവിലിൽ പറയുന്ന കോളം എന്നും, ഹൊറിസോണ്ടൽ ആയിട്ടിരിക്കുന്ന സാധനത്തിന് ബീം എന്നും പറയും. അപ്പൊ ഇവിടെ എങ്ങനെയാണ്, ഇങ്ങനെ വന്ന് കോളത്തിൽ കൂടെ പോയി താഴോട്ട് ട്രാൻസ്ഫർ, ഈ ഫ്രെയിമിലുള്ള ട്രാൻസ്ഫർ. ഓക്കെ, ഇതാണ് അതിന്റെ മെയിൻ ഡിഫറൻസ്. വേണമെങ്കിൽ ഇനി നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇവിടെ ലോഡ് ബിയറിംഗ് എല്ലാം ചെയ്ത് ലെസ് ആണ് കോസ്റ്റ്, ഇവിടെ കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്. ഇവിടെ ഓൺലി 3 സ്റ്റോറി വരെ നോർമലി പോവാം. പിന്നെ ലോഡ് താങ്ങാൻ ചെക്ക് ഒക്കെ ചെയ്തിട്ട് അനാലിസിസ് ചെയ്തിട്ട് നടത്തണം. അത്ര സേഫ് അല്ല. മോർ ദാൻ 3, ബട്ട് എനി നമ്പർ ഓഫ് സ്റ്റോറേജ് നമുക്ക് ഇപ്പൊ ചെയ്യാം. ഇപ്പൊ എല്ലാം ഫ്രെയിം സ്ട്രക്ചർ, ഹൈ റൈസ് ബിൽഡിംഗ് എല്ലാം ചെയ്യുന്നത് ഫ്രെയിം സ്ട്രക്ചേഴ്സ് ആണ്, അത് നിങ്ങൾക്ക് അറിയാം. പിന്നെ ഇവിടെ വോള് കൊടുക്കുന്ന ഭിത്തി നല്ല തിക്കായിരിക്കും. അപ്പൊ ഫ്ലോർ ഏരിയ റെഡ്യൂസ് ആവും. എന്നുവെച്ചാൽ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഭിത്തി കൂടിയാണ്. ഭിത്തി കൂടി ചെയ്യുമ്പോൾ നല്ല തിക്കായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ലോഡ് താങ്ങില്ല, ഡാമേജസ് ഉണ്ടാവും. ഇവിടെ അങ്ങനെയല്ല, തിന്നാണ്. അപ്പൊ ഫ്ലോർ ഏരിയ നമുക്ക് യൂസേജ് ഏരിയ കൂടും. ഇവിടെ സ്ലോ കൺസ്ട്രക്ഷൻ, ഇവിടെ സ്പീഡ്. ആയിട്ട് റെഡിമെയ്ഡ് ആണെങ്കിൽ പോലും നമുക്ക് കൊണ്ടുപോക്കാം അല്ലെ. അപ്പൊ ഇത് സ്പീഡ് ഇവിടെ വരുമ്പോൾ സ്ലോ ആണ്. നോട്ട്, ഇവിടെ നമുക്ക് അൾട്ടർ ചെയ്യാൻ പറ്റില്ല. ഒരു ഭിത്തി അങ്ങ് കെട്ടിക്കഴിഞ്ഞാൽ ചുമ്മാ പൊടിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ ടു അൾട്ടർ ദ പൊസിഷൻ ഓഫ് വാൾ ആഫ്റ്റർ കൺസ്ട്രക്ഷൻ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് വേണമെങ്കിൽ മാറ്റാം. പൊസിഷൻ ഓഫ് വാൾ മേ ബി ചേഞ്ച് whenever necessary. ഇത് ഫ്ലെക്സിബിൾ ആണ് ഫ്രെയിം സ്ട്രക്ചർ. മെയിൻലി ഇപ്പൊ ഫ്രെയിം സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയാം, സ്റ്റീലിലാണ് വരുന്നത് അല്ലേ. പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് കൺസ്ട്രക്ട് ചെയ്തെടുക്കാന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ഒരു ഭൂകമ്പമൊക്കെ വന്ന റെസിസ്റ്റൻസ് ഭയങ്കര പൂവറാണ്, ഇവിടെ ഭയങ്കര കൂടുതലാണ്, നല്ലതായിട്ട് റെസിസ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി ലാസ്റ്റ് പറഞ്ഞേക്കുന്നത് ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ യൂസ് ഫോർ കൺസ്ട്രക്ഷൻ. നമുക്ക് തന്നെ അറിയാം, എർത്ത് ബിൽഡിംഗ് സാധാരണ മണ്ണ് കൊണ്ട് ചെയ്യുന്ന ബിൽഡിംഗ്, പണ്ടത്തെ താജ് എന്ന് വെച്ചാൽ ഓല കൊണ്ട് മെയിൻ ചെയ്യുന്ന ബിൽഡിംഗ്, പണ്ടത്തെ ടാച്ച്ഡ് ബിൽഡിംഗ് ഇല്ലേ, ഓലയൊക്കെ വെച്ച് മറച്ചിട്ട് ചെയ്യുന്ന ബിൽഡിംഗ്. മാഷ്നർ എന്ന് വെച്ചാൽ എന്താണ്, സാധാരണ ഭിത്തി, അത് സാധാരണ ബ്രിക്ക് ആവാം, അല്ലെങ്കിൽ വെറും ക്ലേ കൊണ്ടാവാം. സാധാരണ ബിൽഡിംഗ്. വുഡ് എന്ന് വെച്ചാൽ ബാംബു ആവാം, അല്ലാതെ സാധാരണ വുഡുകളാവാം. വുഡ് തടി വെച്ച് ചെയ്യുന്നത്. സ്റ്റീൽ എന്ന് പറയുമ്പോൾ സ്റ്റീൽ മെറ്റീരിയൽ കൊണ്ട് ചെയ്യുന്നത്. RCC എന്ന് പറയുമ്പോൾ RCC റെയിൻഫോഴ്സ്ഡ് സിമന്റ് കോൺക്രീറ്റ് സ്ട്രക്ചർ. ഇവിടെ കമ്പി, സ്റ്റീലും ഉണ്ട്, കോൺക്രീറ്റും ഉണ്ട്. കോൺക്രീറ്റിന്റെ ഇടയിൽ കൂടെ കമ്പി ഇട്ട് കൊടുക്കും. ആ കമ്പി ഇട്ട് കൊടുക്കുമ്പോൾ ദിസ് വിൽ ബി മോർ സ്ട്രോങ് ആൻഡ് ക്യാൻ റെസിസ്റ്റ് മോർ ഡാമേജസ് അല്ലെ. അതായത് RCC ആണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ട് വരുന്നത്, റെയിൻഫോഴ്സ്ഡ് സിമന്റ് കോൺക്രീറ്റ്. കോൺക്രീറ്റിന്റെ ഇടയ്ക്ക് കമ്പി ഇട്ട് കൊടുക്കുന്നത്, എത്ര കമ്പി വേണോ അത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇറ്റ്സ് മോർ ഭയങ്കര സ്ട്രോങ് ആണ്. എല്ലാ ടൈപ്പ് ഓഫ് സ്ട്രക്ചേഴ്സും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് ഇപ്പൊ RCCയിലാണ്. അടുത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ സ്റ്റീൽ ബിൽഡിംഗ് ആണ്. ഇപ്പം അടുത്തതായിട്ട് കൂടുതലും ചെയ്തു വരുന്നത് സ്റ്റീൽ ബിൽഡിംഗ് ആണ്. അതിന് മോർ കപ്പാസിറ്റി ഉണ്ട്. നല്ല ഫയർ റെസിസ്റ്റന്റ് മാത്രമല്ല, അതിന്റെ കൂടെ തന്നെ നല്ല സ്ട്രെങ്തും ഈസി ആയിട്ട് കൺസ്ട്രക്ട് ചെയ്ത് എടുക്കാനും പറ്റുന്ന സാധനമാണ്. ഇപ്പം ഈ എർത്തിനും ടാച്ച്, ഇപ്പം സാധാരണ മണ്ണിൽ ചെയ്യുന്നത്, ക്ലേയിൽ ചെയ്യുന്ന ബിൽഡിംഗ് ഉണ്ടായിരുന്നു, ഓലയിൽ ചെയ്യുന്നത്, പിന്നെ ബ്രിക്ക് വർക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. ബ്രിക്ക് വർക്ക് ഇപ്പോഴും ചെയ്യുന്നുണ്ട് കുറെ സ്ഥലങ്ങളിൽ. പക്ഷെ വുഡും ഓലയും ക്ലേ ഒക്കെ വെച്ച് ചെയ്യുന്നത് ഇപ്പം നിലവിൽ ഇല്ല. പണ്ടത്തെ സ്ഥാനം അങ്ങനെയായിരുന്നു. ഇപ്പം മെയിൻ ആയിട്ട് ദേ ആർ ഫോക്കസിങ് ഓൺ സ്റ്റീൽ RCC ബിൽഡിംഗ്സ് ആണ് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. സോ ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഇതിനെ എർത്തൻ ബിൽഡിംഗ്, ടാച്ച് ബിൽഡിംഗ്, മാഷണറി ബിൽഡിംഗ്, വുഡൻ ബിൽഡിംഗ്, സ്റ്റീൽ ബിൽഡിംഗ് ആൻഡ് RCC ബിൽഡിംഗ് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ വെയിറ്റ് ബിഫോർ ദാറ്റ് നമുക്ക് ഇതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ വരാമെന്ന് നോക്കാം. ഒരു മിനിറ്റ്.
ഒപ്പൻസി ആയിരിക്കും ചോദിക്കുന്നത്, ബട്ട് സിലബസിൽ ടൈപ്പ് ഓഫ് ബിൽഡിംഗ് എന്ന് ആണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതും കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇങ്ങനൊരു PDF ഞാൻ ഷെയർ ചെയ്യാം. ഇതിന്റെ അകത്ത് ക്വസ്റ്റ്യൻ വിത്ത് ആൻസേഴ്സ് ഉണ്ടേ. ഓക്കെ, നോക്കണേ. എ ബിൽഡിംഗ് ക്ലാസിഫൈഡ് as A1 may include which of the following? ഗ്രൂപ്പ് എ, അതിൽ A1, A2, A3, A4, A5, A6 ഉണ്ട്. അതിൽ A1 ആരൊക്കെയാണ് വരുന്നതെന്നാ ചോദിച്ചേക്കുന്നത്. അപ്പാർട്ട്മെന്റ് അല്ല, പ്രൈവറ്റ് റെസിഡൻസും കിട്ടില്ല, ഹോസ്പിറ്റലും ക്ലിനിക്സ് ഒന്നും അല്ല, ലോഡ്ജ്, ഹോട്ടൽസ്, ഗസ്റ്റ് ഹൗസ് വിത്തൗട്ട് കുക്കിംഗ് ഫെസിലിറ്റീസ്. ഓക്കെ, ക്ലിയർ? കേൾക്കാതെ കാണുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? Yes. Yes, ma'am. പോയി എല്ലാരും. ഹലോ, യെസ് ഓർ നോ? ആ യെസ്, ഫൈൻ ഫൈൻ. നിങ്ങൾ എത്രത്തോളം റെസ്പോണ്ട് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് എനർജി വരുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത്. What is the maximum number of persons allowed in an A2 classification for sleeping accommodation? മാക്സിമം allowed A2. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനിൽ എത്രയായിരുന്നു? 20% ആയിരുന്നു. ഓക്കെ, റൈറ്റ്. ടിക്ക് ചെയ്യുന്നുണ്ട്. ഗുഡ്. ആരോ ഇപ്പൊ ടിക്ക് ചെയ്ത് കാണിച്ചു ഗ്രീനിൽ. അതുലല്ലേ? ഗുഡ്. അടുത്ത ഇവിടെ ആൻസേഴ്സ് ഉണ്ട്. ആൻസർ B, 20%. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇഫ് 1 or 2 family private dwellings as sleeping accommodation is more than 20%, you should be classified as ഞാൻ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു സെപ്പറേറ്റ് ആയിട്ട്. ഈ 1 or 2 family private dwellingsനകത്ത് എക്സാമ്പിൾ ആയിട്ട് ലാസ്റ്റ് ലൈനിൽ A1, A3, A4 എന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഗ്രൂപ്പ് സിയിലകത്താണ്. സോറി, ആൻസർ C ആണ് കേട്ടോ. സ്പെസിഫൈ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് A1 ക്ലാസിഫിക്കേഷൻ? ഞാൻ ഇതെന്താ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ച് ചോദിക്കാം. കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തിട്ട് എഴുതിയാൽ മതി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് A1 ക്ലാസിഫിക്കേഷൻ? A1 classification. Answer A. Yes, cooking facilities provided. Okay. In a load-bearing structure, the load of the roof and floors is transferred to the foundation through load bearing ആണ്. ലോഡ് ബിയറിംഗ് നമ്മൾ എന്തായിരുന്നു പറഞ്ഞേ? ലോഡ് ബിയറിംഗില് ലോഡും റൂഫിന്റെയും ഫ്ലോറിന്റെയും എല്ലാം തന്നെ ഫൗണ്ടേഷനിൽ കൂടെ പോകുന്നത് ഭിത്തിയുടെ കൂടെയാണ്, മാഷനറി ബ്രിക്ക് വർക്കിന്റെ കൂടെയാണ്, അല്ലെങ്കിൽ ഭിത്തി കൂടെ. അതാണ് മാഷനറി. ആരാണ് ആൻസർ? വോൾ. അങ്ങനല്ലേ പറഞ്ഞേ? പക്ഷെ ഇനി തിരിച്ചാണെങ്കിലോ ചോദിച്ചെങ്കിലോ, ദ ലോഡ് ഓഫ് ദ റൂഫ് ആൻഡ് ഫ്ലോർ ഈസ് ട്രാൻസ്ഫർ ടു ദ ഫൗണ്ടേഷൻ ഇഫ് ഇറ്റ് ഈസ് ഫ്രെയിംഡ് ആണെങ്കിൽ എന്തെഴുതും? ആൻസർ ഏതെഴുതും? ഇത് ലോഡാണ്, ഇതിപ്പോ ഞാൻ മാറ്റി ഫ്രെയിംഡ് ആക്കുന്നു വെച്ചോ. ഫ്രെയിംഡ് സ്ട്രക്ചർ ആകുമ്പോ ഏതായിരിക്കും ആൻസർ? ടിക്കി. ആരൊക്കെ ഒരു പച്ച കളറൊക്കെ ഞാൻ കണ്ടല്ലോ. ഏതാ? വോളിംഗ്. ഗുഡ്. അഭിജിത്ത് ടിക്ക് ചെയ്തു. കോളം ആൻഡ് ബീംസ് ആയിരിക്കും. ഒന്ന് ഈ ഒരു പേർട്ടൺ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. മനസ്സിലാക്കി എഴുതിയാൽ മതി. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ഡു ദ വോൾ പ്രൈമറി സെർവ് ആസ് പാർട്ടീഷൻ നോട്ട് ആസ് എ ലോഡ് കാരിങ് എലമെന്റ്സ്? In which type of structure do the wall primary serve as partition? അവിടെ ഒരു പോയിന്റ് ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇൻ ലോഡ് ഫ്രെയിംഡ് സ്ട്രക്ചർ ദ വോൾ വിൽ ആക്ട് as only a partition. ഒരു പാർട്ടീഷന് വേണ്ടി മാത്രമാണ് ഭിത്തി ആക്ട് ചെയ്യുന്നത്. ഒരു റൂമിൽ നിന്ന് ഒരു റൂം സെപ്പറേറ്റ് ചെയ്യാൻ മാത്രമാണ് ഭിത്തി ആക്ട് ചെയ്യുന്നത്. അത് ഏതിലായിരുന്നു? ഏത് സ്ട്രക്ചറിലായിരുന്നു? ഫ്രെയിംഡ് സ്ട്രക്ചറിലായിരുന്നു. ഓക്കെ, ദിസ് വൺ ഫ്രെയിംഡ് സ്ട്രക്ചറിലായിരുന്നു. ഓക്കെ, which of the following is a key characteristics of frame structure? ആരാ? ഫ്രെയിംഡ്. ലോഡ് ഈസ് ക്യാരിഡ് ബൈ മാസണറി വാൾ എന്ന് പറയുന്നത് ലോഡ് ബിയറിംഗ് ആണ്. ലോഡ് ഈസ് ക്യാരിഡ് ബൈ സ്റ്റീൽ റൂഫിംഗ് നവർ, ഒരിക്കലും ഇല്ല. ലോഡ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈവൻലി ത്രൂ ഔട്ട് ഓൾ വാൾസ്, ദാറ്റ് ഈസ് ലോഡ് ബിയറിംഗിനാണ്. ഇവിടെ കോളംസ് ആൻഡ് ഫൂട്ടിങ്സ് ആണോ? സി. യെസ്, ഗുഡ്. ശ്രേയ ഷാജി എവിടെ ടിക്ക് എഴുന്നിട്ടുണ്ട്? ഒരു ബ്ലൂ കളർ ടിക്ക് വന്നിട്ടുണ്ട്. സ്ഥലം മാറിപ്പോയിന്നേ ഉള്ളൂ, കുഴപ്പമില്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് വോൾ ഇൻ എ ഫ്രെയിം സ്ട്രക്ചർ? Which of the following best describe the role of wall in a framed structure? C അല്ലേ? പാർട്ടീഷൻ ആണേ. ഇത് ഞാൻ which is the primary difference between load bearing and framed structure?
സി കുറെ പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെ? ഓക്കെ, ദിസ് ഇസ് എ പാർട്ട് ഓഫ് ക്വസ്റ്റ്യൻ. യു ക്യാൻ സേ ഇപ്പം ഏത് ക്വസ്റ്റ്യൻ വന്നാലും നല്ല ഒരിക്കലും പെട്ടെന്ന് റീഡ് ചെയ്തിട്ട് പെട്ടെന്ന് അങ്ങനെ ആൻസർ ചെയ്യരുത്. യു ഹാവ് ടു റീഡ് ദ ക്വസ്റ്റ്യൻ 2 or 3 ടൈംസ് യു ഹാവ് ടു റീഡ്. ഓക്കെ, പെട്ടെന്ന് വന്നിട്ട് നമുക്ക് പെട്ടെന്ന് ഒരേപോലെ ഇരിക്കും കാണുമ്പോൾ നമ്മൾ മിസ്റ്റേക്ക് ചെയ്യും. പക്ഷെ നമുക്ക് അറിയാം പിന്നെ എക്സാം എഴുതിയിട്ട് പുറത്തിറങ്ങുമ്പോൾ അയ്യോ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ആ അബദ്ധം പറ്റാതിരിക്കുക. പെൻസിൽ വെച്ചിട്ട് 2 or 3 ടൈംസ് ക്വസ്റ്റ്യൻ റീഡ് ഔട്ട് ഏതിന്റെ അകത്ത് വരുന്നതാണ് നമുക്ക് മനസ്സിലാക്കി ഇമാജിൻ ചെയ്യുക. ഇത് ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ നിങ്ങൾ ട്വിസ്റ്റ് ചെയ്യാം. ഓക്കെ, അതിലൊന്നും പെടാതെ മനസ്സിലാക്കി കൃത്യമായിട്ട് അത് എഴുതുക. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇന്ന് എടുത്ത പോർഷനില് നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ടൈം 1 minute more. ഇപ്പൊ വിട്ടേക്കാം, 1 minute. ഇത്രയും കവർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും എഴുതുവോ? ഇവിടെ വരെ റിലവൻസ് ma'am. ഓഫ് സിവിൽ എഞ്ചിനീയർ ടൈപ്പ് ഓഫ് ബിൽഡിംഗ് വരെ എഴുതുവോ? Yes, ma'am. എഴുതുവോ? യെസ് ഓർ നോ? Yes. ഗുഡ് ഫൈൻ. അപ്പം ഇത്രയാണ് ബാക്കി പോർഷൻ കേട്ടോ. ഇവിടെ തന്നെ ഈ സെലക്ഷൻ തൊട്ട് KBR വരെ നാളെ കംപ്ലീറ്റ് ചെയ്ത് തരാം. ഇതേപോലെ തന്നെ സിമ്പിൾ ആക്കി തരാം, ക്യാപ്സ്യൂൾ ആക്കി തരാം, അതിന്റെ ബേസിൽ ക്വസ്റ്റ്യൻ ആക്കി തരാം. ഇപ്പൊ എടുത്ത പോർഷൻ ഗ്രൂപ്പിലിടാം, ക്വസ്റ്റ്യനും ഗ്രൂപ്പിലിടാം. റെക്കോർഡഡ് വീഡിയോ ഉള്ളവർ പേഴ്സണലി